പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ അടുക്കലായിരിക്കാൻ ഇങ്ങനെ ഒരു അവസരം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ഏറ്റവും ശ്രേഷ്ഠം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹാകരുണയാൽ ഒരു പ്രാവശ്യം കൂടി കടന്നു വരുവാനിടയായിത്തീർന്ന പ്രത്യേകിച്ച് കർത്താവിന്റെ ശ്രേഷ്ഠ ക്രിസ്ത്യൻ കുടുംബം ഇന്ന് രാത്രി ലീഡ് ചെയ്ത കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ, ഇവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന വിശുദ്ധരും വിശ്വസ്തരുമായ അഭിഷിക്തർ, കടന്നു വന്ന സഹോദരന്മാർ, സഹോദരിമാർ, മാതാക്കൾ, ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷമുണ്ട്. നല്ലൊരു ആത്മീയ ആരാധന വെളി വന്നപ്പോഴേ കേൾക്കാം. ഞാൻ എൻ്റെ സ്നേഹിത മുനിയോട് പറഞ്ഞു, ചിലതൊക്കെ ചെന്നാൽ വെളിയിലോട്ട് ആരാധന കേൾക്കാറില്ല, പക്ഷെ ഞങ്ങൾ കാർ അവിടെ പാർക്ക് ചെയ്തപ്പോഴേ ദേവദാസിന്റെ പാട്ട് വെളിയിൽ കേട്ടു. സ്വന്തം പാട്ടും പാടിക്കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്ന്. ഭയങ്കര സന്തോഷമാണ്. ഞാൻ എപ്പോഴും പറയും, ആരാധിക്കുന്നവരുടെ കൂടെ നിന്നാൽ നമ്മളും ആരാധിക്കും, പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നിന്നാൽ നമ്മളും എന്ത് ചെയ്യും, കള്ളു കുടിക്കുന്നവരുടെ കൂടെ നടന്നാ, കൂട്ടിപ്പിടിപ്പിക്കുന്നവരുടെ കൂടെ നടന്നാ, നമ്മൾ ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ കൂട്ടുകാരാരാന്ന് നോക്കിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. കൃപയാൽ എൻ്റെ സ്നേഹിതയും ഒത്തിരി ഇവിടെ കടന്നു വരുവാനിടയായിരുന്നു. ഹൂസ്റ്റൺ വുമൻസ് പ്രയർ ഫെലോഷിപ്പിന്റെ ഒരു മീറ്റിങ്ങിന് എന്നെ ഇവിടെ ക്ഷണിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്തോത്രം കഴിഞ്ഞ മീറ്റിങ്ങിന് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ AG ചർച്ചിൽ വെച്ചായിരുന്നു. കൃപയാൽ എല്ലാ സഭകളും കൂടി ഒന്നിച്ച് ചേർന്ന ലേഡീസിന്റെ ഒരു നല്ല മീറ്റിംഗ് ആയിരുന്നു. ശേഷം സ്തോത്രം, കൃപയാൽ കർത്താവ് എവിടെ വിട്ടാലും ആത്മാക്കളെ തരും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബറോഡ, ഭോപ്പാലിലൊക്കെ ആയിരുന്നു. ഇങ്ങനെ വടക്കേ ഇന്ത്യയിലും ഇങ്ങനെ 40 ദിവസം ഫുള്ള് ഫാസ്റ്റിംഗ് എടുത്തു. 40 കൺവെൻഷന് പ്രസംഗിച്ചു. സ്തോത്രം. അനേക തിരുവോരങ്ങൾ യേശുവിനെ പ്രസംഗിച്ചു. കൃപയാൽ 28 വർഷമായി. സ്തോത്രം. എനിക്കൊരു കാര്യം ഭയങ്കര ധൈര്യം ഉറപ്പുവാ, അന്നത്തേക്കാൾ ആത്മീയ ശക്തി ഇന്നുണ്ട്. സ്തോത്രം. അതല്ലേ, കൃപയാൽ ഒരു കൂട്ടം പിതാക്കന്മാരുടെ കാൽക്കൽ ഇരുന്നാണ് പഠിച്ചത്. നിത്യതയിൽ വിശ്രമിക്കുന്ന കുറെ അഭിഷിക്തന്മാർ ഞങ്ങൾക്കുണ്ടായിരുന്നു. സ്തോത്രം. ഒരു പക്ഷേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം, കല്ലുമലി കപ്പച്ചൻ ഉൾപ്പെടെ എല്ലാവർക്കും അറിയായിരിക്കാം. സ്തോത്രം. മുട്ടപ്പച്ചനെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. TP ജേക്കബ് അപ്പച്ചൻ, അങ്ങനെ കുറെ അപ്പച്ചന്മാരുണ്ടായിരുന്നു. അവരൊക്കെ പ്രസംഗിക്കുന്നത് പോലെ തന്നെ ജീവിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അവരുടെ കാൽക്കൽ ഇരുന്നാ പഠിച്ച. മഴ മാറുന്നതും തലവേദന മാറുന്നതും തല വലുതാകുന്നു ഒന്നും അല്ല പഠിപ്പിച്ചത്, നിത്യതയെക്കുറിച്ചാണ് പഠിപ്പിച്ചത്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിലേക്ക് തന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ ഏറ്റവും വലിയത് യേശുവിന്റെ ആ സ്നേഹമാണെന്നുള്ളത് കൊണ്ട് സ്തോത്രം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവയ്ക്കൊന്നും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്, ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴും പറഞ്ഞാൽ യേശുവിന്റെ സ്നേഹം. സ്വന്തം തികഞ്ഞ സ്നേഹം വരുമ്പോൾ ഭയത്തെ പുറത്താക്കി കളയും. സ്തോത്രം. യേശുവിന്റെ സ്നേഹം നമ്മുടെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ ഒന്നിനും ഭയപ്പെടേണ്ട. അതുകൊണ്ടാണ് 365 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട. എല്ലാ ദിവസവും രാവിലെ കർത്താവ് നമ്മളോട് പറയുന്നു, ഭയപ്പെടേണ്ട. നമുക്ക് എല്ലാത്തിനെയും പേടിയാ, എല്ലാം പേടിയാ. ഞാൻ ഉൾപ്പെടെ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമുക്ക് പലതും പേടിയാ. സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്താണെങ്കിൽ കയ്യിലൊരു ചെറിയ പാട് കണ്ടാൽ മതി. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ സഹോദരിമാരാ കൂടുതല്. ഈ പാട് എങ്ങനെ ഉണ്ടായി, ഇനി ഇതെങ്ങനെ മാറും, എത്ര പേർക്ക് ഇത് വന്നു, ഇതിന്റെ കാരണം എന്താ, കിഴിഞ്ഞ് സ്തോത്രം. പക്ഷെ എനിക്കൊരു അമ്മയുണ്ട്, 88 വയസ്സുണ്ട്. സ്തോത്രം. രാമനാമം മാത്രം ജപിച്ചിരുന്ന സ്തോത്രം മാത്രം പറയുന്ന അമ്മയാക്കി മാറ്റി. സ്തോത്രം. ഹല്ലേലൂയ. അമ്മ പറയും, മോനെ സ്തോത്രം പറ. ഞാൻ പലയിടത്തും ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അമ്മ എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പച്ചന്മാരെ അമ്മച്ചി, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ പോയാലും എൻ്റെ കൂട്ടുകാരവരാ. സ്തോത്രം. നാട്ടില് ഞങ്ങളൊരു ഓൾഡേജ് ഹോം, ഹിന്ദുക്കൾ നടത്തുന്ന ഓൾഡേജ് ഹോമാ. പക്ഷേ യൂട്യൂബിലൊക്കെ ഇത് വന്നാൽ അവരെല്ലാം കേൾക്കും. സ്തോത്രം. ഹൈന്ദവർ നടത്തുന്ന ഒരു ഓൾഡേജ് ഹോമാ. എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ അവിടെ ഒന്ന് പോയി ഒരു ഭക്ഷണം കൊടുക്കാൻ അവരുടെ അടുക്ക പോയതാണ്. പക്ഷെ 69 അമ്മമാരുണ്ട്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഒരുപാട് ഓൾഡേജ് ഹോമിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും അവിടെ പോയി എനിക്ക് ഒത്തിരി വിഷമം തോന്നിയത്, മക്കളെല്ലാവരും ഉണ്ട്. സ്തോത്രം. ഗുരുവായൂർ അമ്പലത്തിലും മറ്റു പലയിടത്തും മോസ്കിൽ കൊണ്ടുവിട്ടവരുണ്ട്, അമ്പലത്തിൽ കൊണ്ടുവിട്ടവരുണ്ട്. എനിക്കൊന്നും മുസ്ലിങ്ങൾ അങ്ങനെ കുറവാണ് കേട്ടോ. അവരമ്മമാരെയൊക്കെ നന്നായിട്ട്. സ്തോത്രം. 2-3 മുസ്ലിം സഹോദരിമാരെ ഉള്ളവിടെ, മൊത്തം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും. ഒരമ്മ ഞങ്ങളോട് പറയുവാണ്, ഗുരുവായൂർ കൊണ്ട് ഭഗവാന്റെ മുമ്പ്, ഭഗവാൻ എന്ന് വെച്ചാൽ ഈശ്വരൻ ദൈവം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഭഗവാന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി അമ്മയെ ഭഗവാനെ തൊഴാൻ പറഞ്ഞു. അമ്മ ഭഗവാനെ തൊഴുന്ന നേരം കൊണ്ട് മക്കൾ സ്ഥലം വിട്ടു. സ്തോത്രം.
സ്തോത്രം. പിന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ പോലീസുകാർ വിളിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളാം. സ്തോത്രം. അപ്പനെയും വേണ്ട, അമ്മയും വേണ്ട. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മക്കളെയും വേണ്ട. വേദപുസ്തകത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, സ്തോത്രം, പെറ്റമ്മ തന്റെ കുഞ്ഞിനെ മറക്കുന്ന തെളിവൊക്കെ നമ്മള് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്. അമ്മത്തൊട്ടിൽ വർദ്ധിക്കാതെ കേരളത്തിൽ കാരണം അമ്മമാര്, സ്തോത്രം, കല്യാണ മണ്ഡപത്തിൽ വെച്ച് താലി പറിച്ച് ഭർത്താവിന്റെ മുഖത്തേട്ട് എറിഞ്ഞിട്ട് കാമുകന്റെ കൂടെ പോന്നു. സ്തോത്രം. എത്രയോ സ്വന്തം കുഞ്ഞുങ്ങളെയാ, സ്തോത്രം, കേരളത്തിലുടനീളം ഇതാ കാണുന്നു. ഓരോ ദിവസവും ഞങ്ങൾ ഈ തെരുവിൽ പ്രസംഗിക്കുന്നതായതുകൊണ്ട്, സ്തോത്രം, അല്ലേ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്രിയമുള്ളവരെ ദിവസവും അങ്ങോട്ട് വായിക്കുകയും കാണുകയും കേൾക്കുമ്പോൾ ചെയ്യുമ്പോൾ, സ്തോത്രം, അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ തലയ്ക്ക് കൈവച്ചുകൊണ്ട് പറയും, മക്കളെ, ഞങ്ങളുടെ കാലത്തൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിഷയങ്ങൾ ഇന്നത്തെ മാധ്യമങ്ങളിലൂടെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. സ്തോത്രം. എന്നാൽ കൃപയാൽ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ പിടിച്ചതുകൊണ്ട്, കർത്താവ് നമ്മളെ ആകർഷിച്ചതുകൊണ്ട്, എന്റെ നുകം ഏറ്റെടുത്ത് എന്നോട് പഠിപ്പി എന്ന് പറഞ്ഞ കർത്താവ്, ആ നുകം മൃദുവാണ്, അല്ലേ, അത് ലഘുവാണ്. സ്തോത്രം. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും, കരം ഉയർത്തിയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ നമുക്കൊരു വേദഭാഗം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം. സ്തോത്രം. നമുക്കെല്ലാം സുപരിചിതമായ വേദഭാഗമാണ്. സ്തോത്രം. 18-19 വാക്യം ഒന്ന് വായിച്ചാട്ട്. ആ 23 വരെ വായിച്ചാട്ട്. ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞെരുങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നതല്ല. ആത്മാവിന് ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും അവര് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പുമായ പുത്രത്വത്തിനും കാത്തുകൊണ്ട് ഉള്ളിൽ നേടുന്നു. ആ വേദഭാഗമായ 8-ാം അധ്യായം ഭയങ്കര എന്നെ ഒത്തിരി ബലപ്പെടുത്തിയൊരു വാക്യമാണ്. അതിന് ആദ്യത്തെ വാക്യമുണ്ട്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ കഷ്ടങ്ങൾ നമ്മൾ പാടാറുണ്ട്. എന്താ? കണ്ണുനീർ. പ്രൈസ് ദി ലോർഡ്. പാട്ടൊക്കെ പാടാൻ പറ്റും, പക്ഷെ ഇതിനകത്തൂടെ പോകുമ്പോഴാണ് വിഷയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയത്, കർത്താവിന്റെ കരങ്ങളിൽ ഏതൊരു ഭക്തൻ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ അവനെ എല്ലാം ശോധനയിലൂടെ ദൈവം കടത്തി വിട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ അവരൊക്കെ അതിനെ അതിജീവിച്ചിട്ടുണ്ട്. പ്രതികൂലത്തെ എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞാട്ട് അതിജീവിക്കാനായിട്ട് നമുക്ക് കഴിയും. പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട് കഴിയും. പ്രാർത്ഥന വലിയൊരു ആയുധമാണ്. ഒരു ഭക്തന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ പ്രാപിച്ചതുമായ ഒരു കാര്യം പറയാം, ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും അവനെ തകർക്കാൻ കഴിയത്തില്ല. ഒരു അന്ധകാര ശക്തിക്കും അവനെ തകർക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥന ഒരു ആയുധമാണ്. പ്രാർത്ഥന ഒരു വലയമാണ്. അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു. ആരാ അബ്രഹാം? യൂഫ്രട്ടീസ് നദി കടന്നു വന്ന ദേശാന്തരിയ വിഗ്രഹാരാധിയായ മനുഷ്യനെ വിളിച്ചു തമ്പുരാൻ വേർതിരിച്ചുകൊണ്ട്, അബ്രഹാമേ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്, ഞാൻ നിന്റെ പരിചയം എന്ന് വെച്ചാൽ, നിനക്ക് നേരെ ആരൊക്കെ വിഷയം മുഖത്ത് എടുത്തു വിട്ടാലും നീ എന്റെ മുഖത്ത് നോക്കി ഇറങ്ങിയത് കൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ ഒരു പരിചയം. 3-ാം സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞു, മുമ്പിൽ മാത്രമല്ല പരിചയം, നീയോ യഹോവേ ചുറ്റും പരിചയം. അതുകൊണ്ട് ഇന്ന് രാത്രികാലം അല്ലെ, നമുക്ക് ആദ്യം വേണ്ട ഒരു ധൈര്യം എന്താണെന്ന് അറിയാമോ? ലോകത്തിൽ ഒരു അന്ധകാര ശക്തിക്കോ, ഒരാഭിചാര ശക്തിക്കോ, ഒരു പൈശാചിക ശക്തിക്കോ വീണ്ടെടുപ്പിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ ഒരു ദൈവം അതിനെ തൊടാൻ കഴിയത്തില്ല. പിന്നെ എന്റെ ജീവിതത്തിൽ വരുന്ന ചില ശോധനകൾ എന്തിനാന്ന് ചോദിച്ചാൽ, ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്നത് ലോകം അറിയണം. ദാനിയേലിനെ അറിയണം. പ്രാർത്ഥിക്കുന്ന ദാനിയേലിന്റെ ദൈവം ആരാണ്? പ്രൈസ് ദി ലോർഡ്. ദാനിയേലേ, നിനക്ക് എന്തിനായി സിംഹത്തിന്റെ ആ ഗുഹയിലേക്ക് പോയി ആ ശോധന വന്നത്? എന്തിനായി കഷ്ടത വന്നത്? ദാരിയാവേശ തിരിച്ചറിയണം, നീ ആരാധിക്കുന്ന ദൈവം ആരാണ്. മൊർദെഖായി എന്തിനായി ശോധന? ശൂശൻ രാജധാനി മുഴുവൻ അല്ലെങ്കിൽ ഭയന്നില്ലേ? എന്തിനായി ശോധന? എസ്തേർ എന്തിനായി ശോധന? അഹശ്വേരോശും ഹാമാനും ഒക്കെ ഒന്ന് അറിയണം, നീ ആരാധിക്കുന്ന ദൈവം ആരാണോ. ശദ്രക്ക് മേശക് അബേദ്നെഗോവെ എന്തിനായി ശോധന?
അവരും പറയും നെബൂഖദ്നേസർ അറിയണം ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന്. അങ്ങനെയെങ്കിൽ നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് നമ്മൾ ആദ്യം ഒന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ആളമറ്റ വലിപ്പം നിങ്ങൾ അറിയാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ ശക്തിയെ കുറിച്ച് നമുക്കൊരു ബോധ്യം ആദ്യം ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ ദൈവനാമ മഹത്വത്തിനാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. സഹോദരം യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാൻ പറയും പത്മോസിൽ എന്നെ കൊണ്ടിട്ടു. സഹോദരം അല്ലേ, പത്മോസിൽ പോയ ഒറ്റയൊരെണ്ണം ചരിത്രം പഠിച്ചു തിരിച്ചു വന്നിട്ടുണ്ടോ? ഒരെണ്ണത്തിന്റെ അസ്ഥി പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. പക്ഷെ യോഹന്നാനെ നിന്നെ അതിനകത്തൂടെ വിട്ടതിന്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. അങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? എന്നെ ഈ വിഷയത്തിനകത്തൂടെ കയറ്റി വിട്ടതിന്റെ പിന്നിൽ എന്റെ ഉടയവന്റെ ഒരു പദ്ധതിയുണ്ട്. ഇന്നലകൾ എത്ര പേര് അങ്ങോട്ട് പോയി അതിനകത്തൂടെ പോയി അവരാരും തിരിച്ചു വന്നില്ല. ഇത് നീ നോക്കണ്ട. എത്ര പേർക്ക് മനസ്സിലായി? അവരാരും ഇതിനെ അതിജീവനം ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ ഫെയ്ത്തിനെ ഒന്ന് ഡിക്ലെയർ ചെയ്ത് ഞാൻ ഇതിനെ അതിജീവിക്കും. അതുകൊണ്ട് ഭക്തനായ ദാവീദ് പറഞ്ഞ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ ഇത് ചാടി കടക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് പറയുക. അതുകൊണ്ടാണ് ഏലാ താഴ്വരയിൽ നിന്നുകൊണ്ട് 40 നാളോളം വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന മലനായ ഗോലിയാത്തിന് നേരെ ചെല്ലുമ്പോ പറയുന്നത് സ്തോത്രം നിന്നെ എന്റെ കയ്യിൽ തമ്പുരാൻ ഏൽപ്പിക്കുമെന്ന്. ഇത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. പ്രിയമുള്ളവരെ, വിഷയങ്ങളുടെ നടുവിലേക്ക് നമ്മെ തമ്പുരാൻ വിടുമ്പോൾ സ്വന്തം വിഷയത്തെ വലുതായി കാണാതെ ക്രിസ്തുവിനെ വലുതായി കണ്ടാൽ, യേശുവിനെ വലുതായി കണ്ടാൽ വിഷയം ചെറുതായിരിക്കും. പക്ഷേ വിഷയത്തെ വലുതായി കണ്ടാൽ കർത്താവ് അവിടെ ചെറുതായിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു ഉറപ്പ് പ്രാപിച്ച് നമുക്ക് ഇവിടുന്ന് പോകണം. ഞാൻ അഭിമുഖീകരിക്കുന്ന വിഷയം എന്തുമായി കൊള്ളട്ടെ, അല്ല പ്രിയമുള്ളവരെ, ഏത് വിഷയത്തിനകത്തൂടെ പോകുന്നെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തെ കൊണ്ട് നാവ് കൊണ്ട് പറ, ഇതിനെ ഞാൻ അതിജീവിക്കും, ഈ രോഗത്തെ ഞാൻ അതിജീവിക്കും, ഈ ബന്ധനത്തെ ഞാൻ അതിജീവിക്കും, ഈ ഹാലേലിയ പോരാട്ടത്തെ ഞാൻ അതിജീവിക്കും, ഈ തടസ്സങ്ങളെ ഞാൻ അതിജീവിക്കും. എനിക്ക് മുമ്പേ സ്വർഗം ഒരു ദൂതനെ അയച്ചിട്ടുണ്ട്. ഇറങ്ങി വന്ന ജനത്തിന്റെ മുമ്പിൽ വഴി തടയുന്ന ഏത് വിഷയമാണെങ്കിലും സ്വർഗം പറയുന്നു നിന്റെ മുമ്പേ ഞാൻ ഒരു ദൂതനെ നിനക്ക് അയച്ചിട്ടുണ്ട്. ആ ദൂതനെ ഒന്ന് കാണാമോ? ഞാൻ നിനക്ക് മുമ്പേ ഒരു ദൂതനെ അയച്ചിട്ടുണ്ട്. ഇരുമ്പുരയുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ വെറുതെ പുറത്തു കൊണ്ടുവന്നതല്ല. ഞാൻ നിന്നെ അതിനകത്തു നിന്ന് അടയാളത്തോടു കൂടി പുറത്തു കൊണ്ടുവന്നതാം. അടയാളത്തോടു കൂടി ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മുമ്പിൽ ഒന്നും തടയാനിരിക്കുന്നുള്ളത്. ഇത് വിശ്വാസത്തോടെ പറ. ഒറ്റ കാര്യം പറയുന്നുള്ളൂ. സ്വതന്ത്രം ഇസ്രായേലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന് പുറത്തു വന്നിട്ട് ഓക്കെ ബൈ ബൈ, ഇനിയും കനാനിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു പോകുന്ന ഒരു ദൈവമല്ല. ആണോ? ഒന്ന് പറയുന്നേ. കനാനിലെത്തുവോളം തന്റെ നിയമദൂതനെ അവർക്ക് മുമ്പേ അയച്ചു. നീ അവനോട് വിഘടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ദൂതനോട് എന്ത് ചെയ്യരുത്? തന്റെ നിയമദൂതനെ അവർക്ക് മുമ്പിൽ അയച്ചു. പകൽ മേഘസ്തംഭം, രാത്രി ശത്രു പുറകെ വന്ന ഈ തീമതിൽ പുറകെ പോയി നിൽക്കും, തൊടാൻ അനുവദിക്കത്തില്ല. ഇത് പറയുമ്പോ യോബിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വന്നേ. 1-ാം അധ്യായം. എന്റെ ഉള്ളിലേക്ക് ആ വേദഭാഗം പെട്ടെന്ന് വരിക. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം ഒന്ന് എടുത്താട്ട് സ്തോത്രം അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. വായിച്ചാട്ടെ, ഉറക്കം വായിച്ചാട്ടെ. നീ അവനും പറഞ്ഞേ സ്തോത്രം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ വേദഭാഗം നിങ്ങൾ എല്ലാവരും നോക്കിക്കേ. നീ അവനും അവന്റെ വീടിനും. ഒരു ഭക്തനെ സ്വർഗം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ? 1 അവന്, 2 അവന്റെ വീട്, 2 സകലത്തെയും വേലി കെട്ടിയേക്കും. സ്തോത്രം. പ്രിയങ്കിൽ ഇവിടെ പറഞ്ഞു വാഹനം ഓടിച്ചുകൊണ്ട് പോയപ്പോൾ, പ്രിയമുള്ളവരെ സ്തോത്രം, ചിന്തിക്കുന്നു നമ്മുടെ കഴിവ് കൊണ്ടാണോ? സ്തോത്രം. നമുക്ക് നന്നായിട്ട് ഡ്രൈവിംഗ് അറിയാം. സ്തോത്രം. ഞാൻ ഇന്ന് ഓർക്കുന്നു, സ്തോത്രം, ഞങ്ങളൊരു ടീമായിട്ട് പ്രവർത്തനത്തിന് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു അങ്കിള് വന്നു. അന്ന് അങ്കിള് ഡ്രൈവ് ചെയ്യുക. സ്തോത്രം. സ്കോഡെ അദ്ദേഹം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ പറഞ്ഞ കൂട്ടത്തിൽ സ്തോത്രം ടീം കുറേ കാറുകളുണ്ട്, ഞങ്ങളെല്ലാം ഒന്നിച്ചു പോകും. അപ്പം ഞങ്ങൾ ഈ സ്കോഡയിലുണ്ട്. ഞാൻ പുറകിൽ, ഞാനും എൻ്റെ 2 ആൻറ്റിമാരും കൂടെ പുറകിലിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ കൂട്ടിലുള്ള. അപ്പം ഇദ്ദേഹം പറയുക, ഞാൻ 49 വർഷമായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ
സ്തോത്രം. ഞാൻ പറഞ്ഞ നോ, എന്ത് പറഞ്ഞാലും നമ്മൾ ഇപ്പൊ നാളെ ഞങ്ങളുടെ ബിസിനസ് ഞാൻ ചെയ്യാൻ പോകും. വേദപുസ്തകത്തിലൊരു കാര്യമുണ്ട്, എങ്ങനെ പറയണമെന്നോ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമല്ലോ കേട്ടോ. കറക്റ്റ് ആൻറ്റി പറഞ്ഞു, കറക്റ്റ്. ഇതിനകത്ത് പുസ്തകത്തിൽ പറയുന്നുണ്ട്, നീ അങ്ങനെ പറയുകയാണെങ്കിൽ എങ്ങനെ പറയണം? കർത്താവ് അനുവദിച്ച, ദൈവം അനുവദിച്ചാ ഞാൻ നാളെ അത്, ഈ വാക്കേ നിന്റെ വായിൽ നിന്ന് വരാമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവ് ആയുസ് തന്നാൽ, കർത്താവ് അനുവദിച്ചാൽ നാളെ ഞാനത് ചെയ്യുമെന്ന് പറയും. ഞാൻ അങ്കിളിനോട് പറഞ്ഞു, പ്രത്യേകിച്ച് സ്കോഡയൊക്കെ ആയതുകൊണ്ട് പുള്ളിക്കാരൻ ഭയങ്കര. എന്നിട്ട് എന്നോട് പറയുക 49 വർഷം. ഞാൻ പറഞ്ഞു, അങ്കിളെ നോ, കൃപയെന്നൊന്ന് പറഞ്ഞേന്ന് പറഞ്ഞു. അല്ല സിസ്റ്റർ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് അങ്ങനൊന്നും ആക്സിഡന്റ് പറ്റത്തില്ല. സത്യമായിട്ട് ഞാൻ പറയാം, അദ്ദേഹം കേൾക്കും, ഞങ്ങളുടെ കൂടെ ഉള്ള ആളാ. സ്തോത്രം. ഒരു 10 മീറ്റർ പോയില്ലെങ്കിൽ 10 മീറ്റർ മുന്നോട്ട് പോയില്ല. പുള്ളി നന്നായിട്ടാണ് കാർ ഓടിച്ചത്. അപ്പൊ ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലോട്ട് നോക്കിയിരിക്കും. ഞാനാണെങ്കിൽ ആര് കാർ ഓടിച്ചാലും ഞാൻ ബ്രേക്ക് ചെയ്യോട്ടുന്നത്. എന്റെ കാലം വൈകി ബ്രേക്ക് ചെയ്യോട്ടി. സ്വതന്ത്ര ഇവിടെ ഓടിച്ചാലും. ഇപ്പൊ എന്റെ മോൻ ഡാളസിലുണ്ട്. സ്വതന്ത്ര ഡാളസ് ദൈവസഭയിലെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഈ രാജ്യത്തുണ്ട്. അവന് ഏറ്റവും ഇഷ്ടം ഹൂസ്റ്റണിലോട്ട് വരണമെന്ന്. ഞാൻ പറഞ്ഞു, ഹൂസ്റ്റണിൽ ഒത്തിരി നല്ല കൂട്ടായ്മകളുണ്ട്. കണക്ക് പറഞ്ഞ ഞങ്ങൾ വരുന്നത്. സ്തോത്രം. ശ്രദ്ധിക്കണം, ഒരു 10 മീറ്റർ മുന്നോട്ട് പോയില്ല. അദ്ദേഹം നന്നായിട്ടാണ് വണ്ടി ഓടിച്ചത്. പക്ഷെ എതിരെ ഒരു മാരുതി വരുക. അപ്പൊ അതിങ്ങനെ വന്നിട്ട് സിഗ്നൽ ഒന്നും വിടാതെ നേരെ കൊട്ടാരക്കരയിൽ നിന്ന് ഞങ്ങളിങ്ങനെ വരുവാ. ചണ്ണപ്പട്ടയെന്ന് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരും. സ്തോത്രം. അപ്പം കൊട്ടാരക്കരയോട്ട് വന്ന് കൊട്ടാരക്കര നടുവിലോട്ട് വരുന്ന വഴിക്ക്, സ്തോത്രം, ആ ഭാഗത്ത് ഇങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോ ഏനാത്തിന്റെ ആ ഒരു ഭാഗം അറിയാമല്ലോ, ആ ഭാഗത്തോട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത്, സ്തോത്രം, അങ്ങൊരു മാരുതി. അപ്പൊ ഞാൻ പുറകിരുന്നുണ്ട്, അങ്ങളെ അതെന്താ സിഗ്നൽ ഇല്ലാതെ അവനിങ്ങനെ വരുന്ന, അവൻ ഉറങ്ങി വരുവാ. അങ്ങള് പറയുവാ, ഇത് നമ്മുടെ വഴി, അവൻ വേറെ മാറിപ്പോട്ടെന്ന്. ഞാൻ പറഞ്ഞു, അങ്ങളെ അവൻ ഉറങ്ങുവാന്ന് തോന്നുന്നു. ഇടി കഴിഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാം കണ്ണു തുറക്കുന്നു കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഇതേ ഉള്ളു നമ്മുടെ കാര്യം. ഈ പാട്ട കണ്ടുകൊണ്ട് നമ്മൾ എന്തോ അഹങ്കരിക്കാൻ അറിയുമുള്ളവരെ. എതിരെ വന്ന പാട്ടയൊന്ന് ഇടിച്ചാൽ, അങ്ങള് പറഞ്ഞല്ലോ 3 കരണം പറഞ്ഞ് അപ്പുറം പോകും. ഭൂമി ഒന്ന് കുലുങ്ങിയാൽ ഈ സിമെന്റ് കണ്ടുകൊണ്ട് എന്താ അഹങ്കരിക്കാനാ? കുനിഞ്ഞൊരു സാധനം എടുത്ത് നോക്കാൻ ഞരം പോന്ന് അറിയാൻ മതി, തീർന്നു കഥ. എല്ലാം മിടുക്കന്മാരും മിടുക്കികളും ഇരിക്കുക. കൃപയൊന്നല്ല. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, സ്വന്തം 3 പ്രാവശ്യം പ്രാർത്ഥിച്ച് ഈ ശൂലം ഒന്ന്, തന്റെ ശരീരത്തിൽ ഒരു ശൂലം ഉണ്ടായിരുന്നു, ഇതൊന്നും മാറാൻ പ്രാർത്ഥിച്ചു. തമ്പുരാൻ ശൂലത്തെ കുറിച്ച് വല്ലതും പറഞ്ഞോ? പിന്നെ എന്റെ കൃപ മതിയെന്ന്. ഞാൻ ചോദിച്ചു, ഈ ശൂലത്തെ കുറിച്ച് പറയുമ്പോ ഇങ്ങോട്ടും അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ആൻസർ വേണം? നോ, പുള്ളി ദൈവത്തിന് അതൊന്നും കേൾക്കണ്ട. പുള്ളിയുടെ ശൂലം ഒന്നും ദൈവത്തിന്, ശൂലം മാറാൻ പ്രാർത്ഥിച്ച് പറയാം എന്റെ കൃപ മതിയെന്ന്. ശൂലത്തെ കൃപ കൊണ്ട് ദൈവം പൊതിഞ്ഞു. പല ശൂലത്തെയും തമ്പുരാൻ കൃപ കൊണ്ട് പൊതിഞ്ഞത് കൊണ്ടാണ് ഇതിനകത്തിരിക്കുന്നത്. ബ്രെയിനെ തമ്പുരാൻ കൃപ കൊണ്ട് പൊതിഞ്ഞേക്കുക, കിഡ്നികളെ തമ്പുരാൻ കൃപ കൊണ്ട് പൊതിഞ്ഞേക്കുക, ഹാർട്ടിനെ തമ്പുരാൻ കൃപ കൊണ്ട് പൊതിഞ്ഞേക്കുക, ലിവറിനെ തമ്പുരാൻ കൃപ കൊണ്ട് പൊതിഞ്ഞേക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ചോ, തമ്പുരാന്റെ കൃപയായി ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇവിടെ ഒന്നും നമുക്ക് പ്രശംസിക്കാനില്ല, പക്ഷെ നമുക്കൊന്നുണ്ട്, നമ്മിൽ വെളിപ്പെടുവാനുള്ള ആ തേജസ് അങ്ങോട്ട് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഇതായിരുന്നു പഴയ ഭക്തന്മാർക്കുണ്ടായിരുന്നത്. സ്തോത്രം. അതുകൊണ്ട് അവര് പറഞ്ഞു, മണ്ണെ പ്രതി മാണിക്യം നിങ്ങൾ വെടിയത്തില്ല. സ്തോത്രം. അല്ലേ? അതുകൊണ്ട് അവര് പാടി, തീച്ചുള, സിംഹക്കുഴി, പൊട്ടക്കിണർ, മരുഭൂമി, ജയിലറ, ഈർച്ചവാളോ, നമ്മുടെ ഉമ്മാ പാടുമോ? സ്തോത്രം. അവരിതെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ടെന്നാ പാടിയത്. മരണം കയ്യിലെടുത്തുകൊണ്ട് അഭിഷിക്തം പാടിയ പാട്ടുകളായത്. സ്തോത്രം. പ്രിയമുള്ളവരെ, തീച്ചൂള വരട്ടെ, സിംഹക്കുഴി വരട്ടെ, ആ സമയത്താണ് നമ്മുടെ അനുഭവം. സ്തോത്രം. ഹല്ലേലൂയ. പരിശോധനകളെ ഓവർകം ചെയ്യുന്ന നമ്മൾ പ്രാപിച്ച ദൈവശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രതികൂലങ്ങളെ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ അകത്തൊരു കൃപയുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ പോയാലും. ഞാൻ ഈ 40 ദിവസം കഴിഞ്ഞ 40 ദിവസം ഉപസിക്കുമ്പോൾ തമ്പുരാൻ എന്നോട് പറഞ്ഞൊരു കാര്യം, കുഞ്ഞെ, വെള്ളത്തിൽ നിന്ന് കയറി വരുന്നവൻ എവിടെ നടന്നു പോയാലും വെള്ളം വ്യാപിക്കുന്നത് പോലെ ആത്മാവിനാൽ നിറഞ്ഞവൻ എവിടെ പോയാലും ആത്മശക്തി വ്യാപിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പഴയ നിയമത്തിൽ എരേലിയാവ് സറാഫാത്തിലേക്ക് കാലെടുത്തു വെച്ചു, ആത്മഹത്യയോട് കെട്ടുപൊട്ടി. ആണോ? ഒന്ന് പറ. ഞാനും ബാലനും മരിക്കാനിരിക്കുന്ന മരണത്തിന്റെ കെട്ടുപൊട്ടി അഭിഷേകമുള്ളവൻ ദേശത്ത് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. സ്തോത്രം. അല്ലേ? ക്ഷാമം മാറി,
മാളികമുറി പാർത്തപ്പോൾ ആ കുഞ്ഞു മരിച്ചു, മരണം മാറി. സ്തോത്രം. അല്ലെ മെലിത്തയ്ക്കകത്ത് ഒരുവൻ കാലെടുത്ത് വെച്ച് പൗലോസ് അല്ലേ ബർബലിനിട്ട തീക്കകത്തൊന്നും ആര് ചാകത്തില്ല. ബർബലിന് ഇവിടെ കത്തിച്ചുകൊണ്ടിരിക്കും, അണലി അവിടെ മാറി ചുരുണ്ടിരിക്കും. പക്ഷെ അഭിഷേകമുള്ളവൻ അതിനകത്തോട്ട് കയറി. തമ്പുരാൻ എത്തിക്കുന്നവൻ അങ്ങോട്ട് പോയാലേ വിടുതൽ സംഭവിക്കത്തുള്ളൂ. നിരാപ്രികാലം എത്ര പേരെന്ന് മനസ്സിലാക്കുന്നു? ദൈവം അയച്ചവൻ മെലിത്തയ്ക്കകത്തോട്ട് കാലെടുത്ത് വെച്ചപ്പോൾ അല്ലെ ചുരുണ്ടിരുന്നത് ഇളകാൻ തുടങ്ങി. അഭിഷേകമുള്ളവന്റെ കൈമേൽ ചുറ്റി അല്ലെ ജനം അവനെ നോക്കി പറഞ്ഞു, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതി ദേവി അവനെ വിട്ടില്ല എന്ന്. എന്നാൽ ആ ജന്തുവിനെ അവൻ തീക്കകത്തേക്ക് കുടഞ്ഞു കളഞ്ഞെന്ന്. എന്നിട്ട് ആ കരം കൊണ്ട് ആ ദ്വീപിനകത്ത് ഒരസാധാരണ ശുശ്രൂഷ ചെയ്തു. നാളുകളായി അനേകരുടെ മേൽ വിഷം തുപ്പിക്കൊണ്ടിരുന്ന ആ അണലിയെ അഭിഷേകമുള്ളവൻ മെലിത്തയ്ക്കകത്ത് കയറിയപ്പോ തകർത്തു മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക, പാടുന്ന ഒരുത്തനകത്തുണ്ടെങ്കിൽ ബന്ധനം അഴിഞ്ഞിരിക്കും. പ്രാർത്ഥിക്കുന്ന ഒരുവൻ അകത്തുണ്ടെങ്കിൽ, ആരാധിക്കുന്ന ഒരുവൻ അകത്തുണ്ടെങ്കിൽ, അഭിഷേകമുള്ള ഒരുവനുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാകുക. ഞാനും നിങ്ങളും ആരാധിക്കാൻ തയ്യാറായാൽ ഏത് വലിയ ബന്ധനത്തെ സ്വർഗ്ഗം തകർക്കുമെന്ന് വീടിന്റെ ബന്ധനങ്ങൾ അഴിയുന്നത് നാളുകളായി നിന്റെ ഭവനത്തെ കെട്ടിയ കെട്ടഴിയും, തലമുറകളെ കെട്ടിയ കെട്ടഴിയും, നിന്റെ കൂട്ടാളിയെ കെട്ടിയ കെട്ടഴിയും. വലിയ കെട്ടാണെങ്കിലും ആരാധിക്കുന്നവരുടെ മുമ്പിൽ ബന്ധനങ്ങൾ അഴിയുന്നത് വിശ്വസിക്കാൻ തയ്യാറാണ്. കർമ്മേലിന്റെ മുകളിൽ ഏലിയാവിനെ പ്രാർത്ഥിച്ചു, നിന്റെ ദാസന നീ എന്റെ ദൈവമോ. കർമ്മേലിന്റെ മുകളിൽ ഇറങ്ങിയ തീയെ മണ്ണുകൂടെ ദഹിപ്പിച്ചെങ്കിൽ ഭൂമി മേലുള്ള കെട്ടഴിയും. വിശ്വസിക്കുക, ഭവനത്തിന്റെ മേലുള്ള, വീടിന്റെ മേലുള്ള, തലമുറകളുടെ മേലുള്ള ബന്ധനത്തെ സ്വർഗം അഴിക്കും. വിശ്വസിക്കാൻ തയ്യാറായ സ്തോത്രം. എന്തിനെ പ്രതികൂലത്തിൽ യോഹന്നാനെ ഒറ്റയൊരുത്തനും പത്മോസിൽ പോയും തിരിച്ചു വന്നിട്ടില്ല, പക്ഷെ നീ തിരിച്ചു വരും. വിശ്വസിക്കുന്നുണ്ടോ? വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. വെറുതെ വരത്തില്ല. അതിനകത്ത് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ, ചില വിഷയത്തിനകത്ത് തമ്പുരാൻ കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ നീ വെറുതെ ഇറങ്ങി വരത്തില്ല. പത്മോസി കേറിയവൻ അടുത്ത ജനറേഷന് കൈമാറ്റം ചെയ്യുന്നത് വെളിപ്പാട് പ്രാപിച്ചിറങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. നിന്ദകളും പരിഹാസങ്ങളും സഹിച്ച് ആരാധിച്ച സ്തോത്രം ഹന്നയെ ഹല്ലേലൂയ ആലയത്തിനകത്തേക്ക് ശക്തനായ ഒരു ശുശ്രൂഷകനെ അവൾ കൈകളിലേന്തി. സ്തോത്രം. ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാകാൻ ഹല്ലേലൂയ. ഞാൻ എന്റെ ജീവിതാനുഭവം ഒരുപാട് അനുഭവങ്ങളുണ്ട്. കൃപയാൽ ഒരു യാഥാസ്ഥിക ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് കൃപയിലേക്ക് വരുവാൻ കർത്താവ് ഭാഗ്യം തന്നു. 18 വയസ്സ് വരെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, 18 വയസ്സ് വരെ ഈ ഷേപ്പിലൊന്നും അല്ലായിരുന്നു. ഇപ്പൊ കോട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഇവിടെ നിൽക്കുന്നു. ട്രാഫിക് ലൈറ്റ് പോലെ കുറി തൊട്ട് കൈ രാഗി നടന്നു. 18 വയസ്സ് വരെ മതപാഠശാലയൊക്കെ പഠിച്ച് സ്തോത്രം അല്ലേ. അന്ന് TPM-ലെ കൂട്ടുകാർ ആദ്യമായി സുവിശേഷം പറഞ്ഞു. അന്ന് അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ദൈവങ്ങളുണ്ട്, നിങ്ങളുടെ ദൈവത്തിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞു. ഒരു പറഞ്ഞു, ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ പേര് സർവശക്തൻ എന്ന്. ഈ അണ്ടചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചവൻ, സപ്തസാഗരങ്ങൾക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരുവെച്ചവൻ, ആകാശത്തെ കൈകൊണ്ട് വിരിച്ചവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തെ ആരും ഉണ്ടാക്കിയതല്ല, സർവശക്ത സകലത്തെ ചമച്ചവൻ. 2 സർവജ്ഞാനി. എന്താ സർവജ്ഞാനി എന്ന് വെച്ചാൽ ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്ന, പൂർവ്വകാലത്ത് തന്നെ പറഞ്ഞാട്ടെ മേല സംഭവിക്കാനുള്ള പ്രസ്താവിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞ, ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും, ഹിന്ദി പ്രാർത്ഥിച്ചാലും, തമിഴ് പ്രാർത്ഥിച്ചാലും, തെലുങ്കി പ്രാർത്ഥിച്ചാലും, കന്നഡയിൽ പ്രാർത്ഥിച്ചാലും, അറബി പ്രാർത്ഥിച്ചാലും മനസ്സിലാകുന്നവനായിരിക്കണം യഥാർത്ഥ ദൈവം. ചിലർ പറയുക കേട്ടിട്ടുണ്ട്, ഈ ഭാഷയിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ദൈവത്തിന് പോകട്ടെ. ഞാൻ ആ വിഷയം വിടുകയും. 3 സർവവ്യാപി. എന്താ സർവവ്യാപി എന്ന് വെച്ചാൽ അമേരിക്കയിലെ 5 സ്തോത്ര സ്റ്റേറ്റുകൾ മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ല, കേരള സംസ്ഥാനം കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ല, ഞാൻ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ അവിടെ കൊണ്ട് അറിയപ്പെടുന്ന ഒരു ദൈവമല്ല, ഇന്ത്യ മഹാരാജ്യം കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ല, സർവ്വവ്യാപി. സ്വർഗത്തിൽ കയറിയ ഞാൻ അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയുമുണ്ട്, സമുദ്രത്തിന്റെ അറ്റത്ത് നീ എന്ന് പാർത്താൽ അവിടെയുമുണ്ട്. നീ എവിടെ കിടന്നാലും അവിടെ ഇറങ്ങി വരുന്ന ഒരു ദൈവം.
സ്തോത്രം. ഏത് പ്രതികൂലത്തിന്റെ നടുവിൽ പോയാലും ഇറങ്ങി വരുന്ന ഒരു ദൈവം. കുണ്ടറയ്ക്കകത്ത് കിടന്നാൽ അവിടെ ഇറങ്ങി വരും. സ്തോത്രം. ഹല്ലേലൂയ. കല്ലറയ്ക്കകത്തുനിന്ന് ശബ്ദം കേട്ട് നീ പുറത്തു വരും. അങ്ങനെയെങ്കിൽ എവിടെയാണെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുമെന്ന്. ഹല്ലേലൂയ. ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നുപോയി. കൃപയാ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ നല്ല പ്രായത്തിൽ എന്റെ യേശുവിനെ അറിയാൻ ദൈവം മുഖാന്തരം ഒരുക്കി. ബൈബിളൊക്കെ വലിച്ചു കളഞ്ഞ് എന്നെ ഇവിടെ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സാക്ഷിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല, ഒറ്റ വാക്കിൽ പറയാം. വലതുകൊണ്ട് വേദപുസ്തകം വലിച്ചു കീറി പരിക്കനുള്ള സിമെന്റ് തറയിലേക്ക് ഇട്ട് പാരകന്റെ ചെരുപ്പ് കൊണ്ട് അതിനെ ചവിട്ടിയിട്ട് അതിനെ തുപ്പി നിങ്ങളുടെ ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ ശക്തി കാണത്തെന്ന് പറഞ്ഞതാ. സ്തോത്രം. അല്ലെ, ഏത് കരം കൊണ്ട് വലിച്ചു കീറി, ഏത് കാലം കൊണ്ട് ചവിട്ടി, ഏത് നാവ് കൊണ്ട് തുപ്പിയോ ഈ ഒരു വശം തളർന്നു പോയി. സ്തോത്രം. 3.5 മാസം കഴിഞ്ഞപ്പോൾ വലത് കാലം തളർന്നു പോലെ ഇടത് കാലം തളർന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് 3.5 മാസം അവിടെ കഴിഞ്ഞതിന് ശേഷം അല്ലെ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നീട് ജയഭാരതത്തിലേക്ക് കൊണ്ട് വിദഗ്ധമായ ചികിത്സകളൊക്കെ കഴിഞ്ഞു. ഒടുവിൽ സംസാരശേഷി നഷ്ടപ്പെട്ട് സമൃദ്ധമായ മുടി ഉണ്ടായിരുന്നു. മുടിയെല്ലാം കൊഴിഞ്ഞ് വായൊരു വശത്തേക്ക് കൂടി, കൈകാലുകൾ തളർന്ന് ലോകം കൈവിട്ട് എന്നെ യേശു രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഏത് നാമത്തെ ത്യജിച്ചു കളഞ്ഞോ, ഏത് നാമത്തിനെതിരെ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം, സ്വർലോകരുടെയും സ്വർലോകര് അത് 3 ലോകം മുട്ടുമടങ്ങുന്ന ഒറ്റ നാമം ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. ഈ നാമം എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും, രോഗികൾ സൗഖ്യമാകും, പാപികൾ മാനസാന്തരപ്പെടും, ശാപം മാറും, രോഗം മാറും, മരണം മാറും, ഭൂതം മാറും. ഈ നാമം എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ക്രിസ്തുവിനെ, ഞാൻ തെരുവിൽ യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് കൊല്ലത്ത് അഞ്ചാലുംകൂട് എന്ന് പറയുന്ന സ്ഥലത്ത് എന്നോട് അവിടുത്തെ ജോൺ പ്രേം പാസ്റ്റർ അദ്ദേഹം എന്നോട് ചോദിച്ചു, AG സഭയുടെ എന്നോട് ചോദിച്ചു, ശ്രീലാസ്റ്റർ വളരെ പ്രതികൂലമുള്ള സ്ഥലമാണ്, സ്തോത്രം ഹല്ലേലൂയ, അവിടെ വന്ന് യേശുവിനെ ഒന്ന് പ്രസംഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. 41 ദിവസം അവിടുത്തെ വലിയ ഉത്സവങ്ങളൊക്കെ ഹൈന്ദവ സഹോദരങ്ങളുടെ നടക്കുകയായിരുന്നു. 42ാമത്തെ ദിവസം നവീന ഉപദേശം പോലെ അവിടെ യേശുവിനെ ഉയർത്തി. എന്നാൽ പോകുന്നത് ഞാനൊരു വെളിപ്പാട് കണ്ടു. ഞാൻ കണ്ടത് ഇങ്ങനെയാണ്, സ്തോത്രം. ഞാനൊരു താഴ്ചയുള്ള സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ പൊക്കത്തിൽ ഒരു വലിയ റോഡ്, ഇവിടെ നിറച്ചും സ്തോത്രം കുരിയൊക്കെ ഒത്തിരി ഹൈന്ദവ സഹോദരങ്ങള്. സ്തോത്രം. അത് കഴിഞ്ഞപ്പോൾ ഒരു ഏരിയ മുസ്ലിം സഹോദരങ്ങൾ തൊപ്പിയൊക്കെ വെച്ച് അവരുടെ ഉസ്താദ് ഉൾപ്പെടെ നിൽക്കുന്നു. സ്തോത്രം. എല്ലാവരും എൻ്റെ നേരെ ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ടുണ്ട്. വളരെ പ്രതികൂലം. പക്ഷെ ഞാൻ കാണുന്നത്, ഞാൻ ആ സ്ഥലത്തോട്ട് ചെന്നപ്പോൾ പെട്ടെന്ന് ഞാനൊരു വീട്ടിലോട്ട് ആദ്യം ഇറങ്ങി ചെല്ലുന്നത്. സ്തോത്രം. അവരിങ്ങനെ തലയിൽ ഇങ്ങനെ തട്ടമിട്ടിരിക്കുന്നു. മുസ്ലിങ്ങളാണെന്ന് മനസ്സിലായി. അവിടെ ഒരു മോനും മോള് നിൽക്കുന്നു, ഒരു സഹോദരി നിൽക്കുന്നു. പിന്നീട് ഞാൻ സ്റ്റേജിലോട്ട് കയറുന്നു. ഇവരെല്ലാം ഇങ്ങനെ നിൽക്കുന്നു. ഈ ദർശനം കണ്ടിട്ട് ഞാൻ എൻ്റെ കൂടെയുള്ള ദൈവദാസൻ കുടുംബത്തോടും എൻ്റെ കൂടെ വരുന്ന പ്രിയപ്പെട്ടവരോടും ഒക്കെ പറഞ്ഞു, സ്തോത്രം, പ്രിയമുള്ളവരെ, അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഞങ്ങള് സ്തോത്രം ആ സ്ഥലത്ത് ചെന്നപ്പോൾ അദ്ദേഹം സ്റ്റേജിൽ നിൽക്കുക, പാട്ട് പാടുന്നുണ്ട്, വർഷിപ്പ് ലീഡ് ചെയ്യുന്നൊരു അവിടെ ഉണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞു, പാസ്റ്റർ, സ്തോത്രം, ഇവിടെ അടുത്തേലും വീട് എവിടെയെങ്കിലും ഉണ്ട്, ഞങ്ങളൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം, പാസ്പോർട്ട് ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ എൻ്റെ കൂടെ ഉള്ള ഒരു ആൻറ്റിയോട് പറഞ്ഞു, നമുക്ക് ഇവിടോട്ട് കയറാമെന്ന് പറഞ്ഞപ്പോൾ ദർശനം കണ്ട മുസ്ലിം വീട്ടുകളിലോട്ടാ ചെന്ന്. സ്തോത്രം. ഞാൻ പറഞ്ഞ ദൈവം എല്ലാം നമ്മളെ കാണിക്കും. സ്തോത്രം. അവിടെ ചെന്ന മോനും മോളും ഉണ്ട്, സഹോദരിയുണ്ട്. അവിടെ സുവിശേഷം പറയാൻ കൃപ ചെയ്തു. കയറി നിന്നു. ഞാൻ മറ്റൊരു വിഷയം പ്രസംഗിക്കണമെന്ന് വിചാരിച്ചൊക്കെയാ പോയത്. പക്ഷേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്താണോ തലേ ദിവസം ദർശനം കണ്ടേ അതുപോലെ ഇവർ മൊത്തം കൂടി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുസ്ലിം സഹോദരങ്ങളെല്ലാം വന്നു. സ്തോത്രം. ഒറ്റ കാര്യം പ്രസംഗിച്ചു, യേശു ക്രിസ്തു ആര്, ക്രിസ്തുവിന്റെ സ്നേഹം, കർത്താവ് എന്തിനീ ഭൂമി വന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ സ്നേഹത്തെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണെല്ലാവരും മാറ്റി. ഞാൻ പലപ്പോഴും ഓർക്കും, ക്രിസ്തുവിന്റെ സ്നേഹം പറയും, മറ്റുള്ളവരുടെ ഉള്ളിലുള്ള ആ ഭയം. പക്ഷെ എനിക്ക് നമ്മളോട് പറയുമ്പോഴാ വിഷമം. സ്തോത്രം. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കണമോ? ഒടുവിൽ ഞാൻ പറഞ്ഞില്ല, ലൈവ് ഉള്ളത് കൊണ്ട് ഞാൻ പേര് പറഞ്ഞതും സ്ഥലം പറഞ്ഞതും സ്തോത്രങ്ങളിലെ ആ ദേവദാസനും ആ ദേശവും എല്ലാവരും കേൾക്കും. സ്തോത്രം. ഞാൻ പറഞ്ഞ എന്താണെന്നറിയാം, യോഗമെല്ലാം കഴിഞ്ഞ് ക്രിസ്തുവാരെന്ന് മുഴുവൻ വെളിപ്പെടുത്തി വരച്ച് കാണിച്ചു കഴിഞ്ഞപ്പോൾ സ്തോത്രം ആ ദേശത്തെ നമ്മളൊക്കെ എപ്പോഴും പറയും BJP-കാരങ്ങനാണല്ലേ, RSS-കാരങ്ങനാണ്, ഒന്നുമില്ല. സോ എനിക്ക് ഇവിടെ അകത്തുള്ളവരോടാണ് പറയാനുള്ളത്. സ്തോത്രം വരത്തില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. 10,000 രൂപ കൊടുത്ത് വലിയ പൂമാലയൊക്കെ മേടിച്ചുകൊണ്ട് സെക്രട്ടറിയോട് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ശ്രീലങ്ക സിസ്റ്റർക്ക് നാട്ടുകാർക്ക് ഞങ്ങൾക്കൊരു സ്തോത്രം മാലയിടണം, ദൈവത്തെ ഞങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചു. 41 ദിവസം ഉത്സവം നടന്നതാണ്. അതേ മണ്ണിനകത്തു നിന്നുകൊണ്ട് യേശുവിനെ ഉയർത്തിയത്. സ്തോത്രം. ഹല്ലേലൂയ.
ഞാൻ ഭയത്തോടൊരു കാര്യം പറയാം. സ്തോത്രം, അവർ വന്ന് സെക്രട്ടറിനോട് വന്ന് പറഞ്ഞു, സ്തോത്രം, എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും പേടിച്ചു, എല്ലാവർക്കും പേടിയായി പോയി. സ്തോത്രം, ഞാൻ ചെയ്യുന്ന പറഞ്ഞു, അദ്ദേഹം വരട്ടെന്ന് പറഞ്ഞു. സ്തോത്രം, അങ്ങനെ അദ്ദേഹം കയറി വന്നു. എൻ്റെ കൂടെ ഞങ്ങളുടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. സ്തോത്രം, പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് ഫോൺ ഇങ്ങനെ വിറക്കുക. എന്നോട് പറഞ്ഞ, മോനെ രാജീവ് ഗാന്ധിക്ക് കൊടുത്ത പോലെ വല്ലതും ആണോ എന്ന് ചോദിച്ചു. കൃപയാ സ്തോത്രം, അത് കാര്യത്തിൽ ഞാൻ വാങ്ങി അനുഗ്രഹിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതാണ്. ജോൺബാസ് എന്നെ വിളിച്ചിട്ടുണ്ട്, ശ്രീലേഖ സിസ്റ്ററെ അടുത്ത ഞായറാഴ്ച അദ്ദേഹം സഭയ്ക്കകത്തിരുന്നു. ഞാൻ പറഞ്ഞത് യേശുവിനെ എല്ലാവർക്കും വേണം. സ്തോത്രം, ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കുന്ന ആള് മാത്രമല്ല, സ്തോത്രം, നമ്മുടെ കൊച്ചു കേരളത്തിനകത്ത് കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹ്യൂമൻ റൈറ്റ്സ് വിജിലൻസ് ഗ്ലോബലിന്റെ സ്തോത്രം കേരളത്തിലെ സ്തോത്രം വർക്കിംഗ് പ്രസിഡന്റോടാണ് ഞാൻ. അപ്പോൾ തന്നെ സ്തോത്രം മദ്യനിരോധന സമിതിയുടെ സ്തോത്രം മകളുടെ കേരളത്തിന്റെ പ്രസിഡന്റ് കൂടെയാണ്. അതുകൊണ്ട് സ്കൂളുകളിൽ പോകാം, കോളേജുകളിൽ പോകും. ഇപ്പൊ ഞങ്ങള് പെന്തിക്കോസുകാരെ ഞങ്ങൾ ഈ സ്കൂളിൽ വന്നൊരു സ്തോത്രം കുഞ്ഞുങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്ത് ചോദിച്ചാൽ സ്തോത്രം അല്ലേ. അങ്ങനെ കൃപയാൽ രാഷ്ട്രീയക്കാര്, മത നേതാക്കന്മാര്, സിനിമാക്കാര്, സ്തോത്രം എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും അറിയാം ഞാനൊരു സുവിശേഷ പ്രവർത്തകയാണ്. എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, എൻ്റെ പ്രസിഡന്റ് ദുര്യോധന സാർ, നിങ്ങൾ ഇതിനകത്തൊക്കെ അടിച്ചു നോക്കിയാൽ കാണും. സാറിനെ ഇന്നലെയും വിളിച്ചു, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സാർ എന്നോട് ഇന്ന് രാവിലെ സ്തോത്രം മോനിയുടെ വീട്ടിൽ വെച്ചാണ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ശ്രീലേഖ സിസ്റ്റർ എന്നാ വരുന്നത്, അന്ന് എൻ്റെ സ്നാനമായിരിക്കണം. എല്ലാവരോടും സുവിശേഷം പറയും. സ്തോത്രം, മുസ്ലിം സഹോദരനോട് എല്ലാവരോടും പറയും, ഹൈന്ദവ സഹോദരനോട് എല്ലാവരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, യേശുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ ഇടയിൽ വരുമ്പോഴാണ് ഭയമില്ലാത്ത. ഞാൻ പറഞ്ഞു, മുസ്ലിം സഹോദരങ്ങൾ ഒരു ദിവസം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറഞ്ഞു, ഒരു ദിവസം 5 പ്രാവശ്യം നിസ്കരിക്കും, 7 ദിവസം 35 പ്രാവശ്യം ഒരു നിസ്കരിക്കും. ഞങ്ങളാണ് രാവിലെ അമ്മ അടിച്ചുണർത്തും, കണ്ണ് തുറന്ന് നോക്കുന്നത്, സൂര്യനെ ദർശിച്ച് നിൽക്കുന്ന അപ്പനെയാണ് കാണുന്നത്. വിളിച്ചിട്ട് വന്ന് എല്ലായിടത്തും ഇഷ്ടപ്പെട്ട മാലകളൊക്കെ കൊണ്ട് കൊടുക്കണം, എന്നിട്ട് ഏത്തമിടണം. സ്തോത്രം, ഞാനിപ്പോഴെപ്പോഴും ഓർക്കും കർത്താവിന്റെ ദാസനെ 1001 പ്രാവശ്യം ശിവമന്ത്രം ഉച്ചരിക്കുമായിരുന്നു. ഞാൻ ഓർത്തടാ 1001 പ്രാവശ്യം അവിടെ ഞാൻ പറഞ്ഞെങ്കിൽ ഇവിടെ വന്ന് ജീവനുള്ള ദൈവത്തിന്റെ അടുക്ക വന്നപ്പോൾ ഞാൻ ഇടതടവില്ലാതെ ദൈവത്തെ സ്തുതിക്കും. സ്തോത്രത്തിന് ഭയങ്കര ശക്തിയാണെന്ന് ഇത് പറഞ്ഞു പറയിപ്പിക്കേണ്ടതല്ല. അവിടെ അപ്പനും പറഞ്ഞെങ്കിൽ ജീവനുള്ള ദൈവത്തെ ഞാൻ ആരാധിക്കാൻ വന്നപ്പോൾ ഞാൻ എത്രമാത്രം എന്റെ ദൈവത്തെ സ്തുതിച്ചാൽ മതിയാകും. സ്തോത്രം, അവരങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് വൈകിട്ട് ദീപാരാധന തൊഴാൻ പോകും. ദിവസം 2 പ്രാവശ്യം ക്ഷേത്രത്തിൽ പോകും. സ്തോത്രം, 7 ദിവസം ആകുമ്പോൾ 14 പ്രാവശ്യം ക്ഷേത്രത്തിൽ പോകും. 1000കണക്കിന് മന്ത്രങ്ങൾ ഉച്ചരിക്കും. സ്തോത്രം, മുസ്ലിം സഹോദരങ്ങള് അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. 35 പ്രാവശ്യം നിസ്കരിക്കും. സ്തോത്രം. പക്ഷെ നമ്മള് ചിരിക്കാതെ ഞായറാഴ്ച വന്നിട്ട് ഞാൻ പറയുന്നുണ്ട്, ശവക്കോട്ടയിലെ കുരിശ് പോലെ ഇരുന്നിട്ട് പോകും. എന്തോ പ്രയോജനമാണ്. ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, ആരോടായാലും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. സ്തോത്രം, ഇവിടെ ചെരുപ്പൊന്നുമില്ല എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം. സ്തോത്രം, ആരാണെങ്കിലും ശുശ്രൂഷിക്കുന്നത് സ്തോത്രം ആർക്കും ഇഷ്ടപ്പെടത്തില്ലെന്നറിയാം. ചെരുപ്പ് ഇട്ടുകൊണ്ട് സ്റ്റേജിൽ കയറി പാട്ട് പാടാനും. എന്നാ നമ്മൾ ചെയ്താൽ നമ്മുടെ പിള്ളേരെന്നാ കാണി, ഇതിനകത്ത് പിള്ളേരൊന്നും ഇരിപ്പില്ല, എല്ലാം 50 കഴിഞ്ഞത്. സ്വതന്ത്രം എനിക്ക് അവിടെ വരെ ആയില്ല കേട്ടോ, കൃപയ പോകട്ടെ. ഞാൻ പറഞ്ഞ ഒന്നുമല്ല പറഞ്ഞ, ഞാൻ തമാശയായിട്ട് ഇടയ്ക്ക് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം, ഒരിക്കലും എന്ത് ചെയ്യരുത്. ഞാൻ ഈയിടെ ഒരു ആന്റിയോട് പറഞ്ഞപ്പോൾ ആന്റി എന്നോട് പറഞ്ഞു, മോനെ സ്തോത്രം, ഞങ്ങളാണ് വീട്ടിൽ നിന്ന് പിന്നെ ഇടോട്ടാ കയറുന്നത്, കാറയിലോട്ട്. അപ്പൊ നമ്മൾ വെളിയിലൊന്നും, അതുകൊണ്ട് സ്റ്റേജിൽ കയറുമ്പോഴും ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പെരയ്ക്കകത്ത് എന്താ ഇട്ടുകൊണ്ട് നടക്കുന്നത്? ഹലോ, എല്ലാം പെരയ്ക്കകത്തൊന്നും ഷൂ ഇട്ടുകൊണ്ട് നടക്കുന്നില്ല. വെളിയിൽ കൊണ്ടുപോകുന്ന, മാർക്കറ്റിൽ കൊണ്ടുപോകുന്ന ഷൂവ് നിങ്ങൾ ചന്തയിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് പോയിട്ട് നിങ്ങളുടെ വെളി വാതൊക്കെ കൊണ്ടിടും. പക്ഷെ അത് വിട്ടോണ്ട് സ്റ്റേജിൽ കയറുന്ന വർഷിപ്പിൽ ഇടിയ തീർച്ചയായിട്ടും ഉരിയിടണം. സ്തോത്രം, സ്തോത്രം ഒന്നും വരത്തില്ല, പോട്ടെ. പഠിപ്പിക്കാൻ വന്നതൊന്നും ചിന്തിക്കല്ലേ. ഈ പുറത്തുനിന്ന് അകത്തോട്ട് കയറി വന്നുകൊണ്ട് സ്തോത്രം, പുറത്ത് ഒത്തിരി നല്ല ഗുണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സ്തോത്രം പറയത്തില്ല. സ്തോത്രം. അതുപോലെ തന്നെ ഇപ്പൊ പിന്നെ ആരും താഴെ ഇരിക്കുന്ന ആന്റിമാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇപ്പൊ പിന്നെ അവിടെ എങ്ങും ഇപ്പൊ കേരളത്തിലും ഇല്ല,
കുനിയാൻ വന്നതോടുകൂടി കുനിയാൻ വയ്യാന്ന്. കസേര കയറി ഇങ്ങനെ ഇരിക്കും. എനിക്ക് ഏറ്റവും വിഷമം തോന്നുന്നു, കസേരയിൽ ഇരിക്കുന്നതിന് ഒരു പ്രശ്നമില്ല, കസേരയിൽ ഇരുന്നുകൊണ്ട് ഇതെടുത്ത് ബൈബിൾ എടുത്ത് എവിടെ വെക്കുമെന്ന് അറിയാം അമ്മമാര്? എന്നിട്ട് കാലും ഇങ്ങനെ ആട്ടിക്കൊണ്ട്. നിങ്ങൾ മുസ്ലിം സഹോദരങ്ങളെ ശ്രദ്ധിക്കേ, ഹിന്ദു സഹോദരൻ, അവരുടെ ഗ്രന്ഥം, മതഗ്രന്ഥം അവരെക്കാൾ മേളിൽ വെക്കത്തുള്ളവര്. സ്തോത്രം, എല്ലാം പോയി. വചനം ദൈവമാണ്. സ്തോത്രം, ഭയവും വേണം, ഭക്തിയും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ക്രിസ്തീയ ജീവിതം ജയകരമാകത്തുള്ളൂ. അതുകൊണ്ട് കാൽക്കൽ കൊണ്ടുവച്ചിട്ട്, സ്തോത്രം, ഞാൻ പലപ്പോഴും കേരളത്തിൽ കാണുന്നു, ഇവിടെ ഞാൻ കണ്ടിട്ടില്ല, കേരളത്തിൽ കാണുന്നത് കുഞ്ഞുങ്ങൾ സ്തോത്ര കാഴ്ച പാത്രമായിട്ട് എല്ലാവരുടെയും അടുക്കിലോട്ട് വരും. എന്നിട്ട് ഇങ്ങനെ എല്ലാവരുടെയും മുഖത്തോട്ട് നോക്കി, വലിയവരുടെയും ചെറിയവരുടെയും മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ഓരോ ബൈബിളെ തട്ടിക്കൊണ്ടാണ് പോകുന്നത്. എത്ര കുഞ്ഞുങ്ങൾ, പ്രിയമുള്ളവരെ, സ്തോത്രം, ഇതൊക്കെ നമ്മൾ ചെറിയ കാര്യമായിട്ട് നമ്മൾ തോന്നിയാലും ഞാൻ പറയാം, ഇതെല്ലാം വലിയ കാര്യങ്ങൾ തന്നെ. സ്തോത്രം, ദൈവവും നാമുമായിട്ടുള്ളൊരു ബന്ധമാണ്, ആ സ്നേഹത്തിന്റെ ഒരു ആഴം. സ്തോത്രം, നമ്മളിപ്പോ ഒരാളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അവരുടെ ഇഷ്ടം എപ്പോഴും ചെയ്യാനായിട്ട് നമ്മൾ താല്പര്യപ്പെടും, അല്ലേ? ഡിസംബർ മാസം 31-ാം തീയതി രാത്രിയിൽ ഒരു തീരുമാനമുണ്ട്. ഞാൻ ഏതായാലും ഇവിടെ കൂടിയിട്ടില്ല, നാട്ടിൽ ഞാനിപ്പോ 28 വർഷമായിട്ട് കൂടുന്നു. എല്ലാ അച്ചായന്മാരും അമ്മമാരും കഴിഞ്ഞ ഒരു വർഷക്കാലം കർത്താവ് ഞങ്ങളെ ഭയങ്കരവും എല്ലാവർക്കും കാണാൻ അതിശയമായി പരിപാലിച്ചു. നല്ലവനും വല്ലവനും ഒക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുങ്ങി പറയും. ഒരുപാട് തീരുമാനങ്ങൾ ഞാൻ എടുത്തു, പക്ഷെ ഒരൊറ്റ തീരുമാനവും ഇനി അടുത്ത വർഷം ശേഷിക്കുന്നെങ്കിൽ 45 വർഷമായി ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്. സ്തോത്രം, കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ AG ചർച്ചിലുണ്ടായിരുന്നു, ഹൂസ്റ്റണില്. ഫാദേഴ്സ് ഡേ ഉണ്ട്, മദേഴ്സ് ഡേ ഉണ്ട്. ഇതിനൊന്നും ഞാൻ എതിരല്ല. അപ്പനെ ബഹുമാനിക്കുന്നു, അമ്മയെ ബഹുമാനിക്കുന്നു. മക്കളോട് പറഞ്ഞിട്ടുണ്ട്, മോനെ ഹൈസ്കൂള് കഴിയുമ്പോ, സ്തോത്രം, എന്തൊരു കാര്യമായിട്ടാണ് നമ്മൾ ഇതിനൊക്കെ കാണിക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. മൊബൈൽ മേടിച്ചു കൊടുക്കുന്ന സമയത്ത് പറഞ്ഞത് മേടിച്ചു കൊടുക്കും. ഭാര്യയോട് പറഞ്ഞതും ഭർത്താവിനോട് പറഞ്ഞതും മക്കളോട് പറഞ്ഞതും എല്ലാവരോടും പറഞ്ഞ അതാത് സമയത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, മറ്റേ ഒന്നും നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞില്ല. പക്ഷേ നാം ദൈവത്തോട് പറഞ്ഞതും, ഹന്ന ദൈവാലയത്തിലേക്ക് വന്നു, തമ്പുരാനെ എനിക്കൊരു വാഗ്ദത്ത സന്തതിയെ തന്നാൽ അത് നിനക്കുള്ളതായിരിക്കുമെന്ന്. സ്തോത്രം, പ്രിയമുള്ളവരെ, ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ, നാമും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എന്തൊക്കെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടോ, ഞാൻ എപ്പോഴും പറയാം എന്റെ കൂടെയുള്ള സഹോദരിമാരോട്, സ്തോത്രം, മുമ്പേ സ്തോത്ര കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, ദൈവത്തിന് വേണ്ടി പോകാൻ, ദൈവത്തിന് വേണ്ടി പോകാൻ. നമ്മളെയൊക്കെ എന്തിനാ വിളിച്ചത്? അനേകര് കറ്റക്കൂപാരമായിട്ട് നിൽക്കുമ്പോൾ ഒരു കതിർമണിയുമായിട്ടെങ്കിലും. സ്തോത്രം, ഇന്ന് കൂടെയുള്ളവർ ആരും നമ്മുടെ കൂടെ കാണത്തില്ല, പ്രസ്ഥാനങ്ങൾ കാണത്തില്ല, നേതാക്കന്മാര് കാണത്തില്ല, ഭാര്യ കാണത്തില്ല, ഭർത്താവ് കാണത്തില്ല, ജന്മം കൊടുത്ത മക്കൾ കാണത്തില്ല. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ, ഈ ഭൂമിയിലുള്ളതും ഉണ്ടാക്കിയതും നേടിയതും കൂടെ ഉണ്ടായിരുന്നതെല്ലാം അന്യപ്പെട്ടു പോകും. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണോ നമ്മൾ ദൈവത്തിന് വേണ്ടി ഇവിടെ ചെയ്തത്, കർത്താവിന്റെ നാമത്തിന് വേണ്ടി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് തന്ന യൗവനം, നമുക്ക് തന്ന ശബ്ദ, നമുക്ക് തന്ന ശിഷ്ടായസ്, നമുക്ക് തന്ന ആരോഗ്യം, അതുകൊണ്ട് തൊണ്ടക്കുടി ശബ്ദമുള്ളപ്പോൾ ദൈവത്തെ ആരാധിച്ചോടെ. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും നക്ഷത്രങ്ങളാ. ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തു നമ്മുടെ അകത്ത് വന്നപ്പോൾ നമ്മൾ ആരായി മാറി? വെളിച്ചമായി മാറി. ഇരുളായിരുന്ന നമ്മളെ വെളിച്ചമാകുന്ന ക്രിസ്തു അകത്ത് വന്നപ്പോൾ നമ്മൾ ആരായി മാറി? ലോകത്തിന്റെ വെളിച്ചമായി. പലപ്പോഴും നമ്മൾ ഓർക്കും, കർത്താവേ എന്നെ എപ്പോഴും ഇരുട്ടത്തോട്ടാണല്ലോ ദൈവം കൊണ്ടുപോകുന്നത്. ഞാനും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും എന്നെ കർത്താവ് കൊണ്ടുപോകുന്നത് വെളിച്ചത്തെ, ഇരുട്ടുള്ളിടത്താ വെളിച്ചം വേണ്ടി. അതുകൊണ്ടാണ് നമ്മളെല്ലാരും തമ്പുരാൻ എന്ത് ചെയ്യുന്നേ? മനസ്സിലാകുന്നത്, വിശ്വസിക്കുന്നു. അപ്പൊ ലോകത്തിന്റെ വെളിച്ചമാണ് നമ്മൾ. സ്തോത്രം. അപ്പൊ ക്രിസ്തു നമ്മുടെ അകത്ത് വന്നപ്പോൾ ആരായി മാറി?
നക്ഷത്രമാ. എസ്തേറിന്റെ പേര് നക്ഷത്രം. എസ്തേർ എന്ന വാക്കിന് നക്ഷത്രം. ഒരു കാലഘട്ടം വരെ കാർമേഘപടലം മൂടിക്കിടന്നവളാ. ദൈവത്തിന്റെ സമയമായപ്പോ കാർമേഘപടലത്തെ വലിച്ചു കീറി എറിഞ്ഞിട്ട് അവളെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. എന്തിനാ കൊണ്ടുവന്നേ? ഒരു കൂട്ടം യഹൂദാ ജനത്തിന്റെ വിടുതലിന് വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശു നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളും വെളിച്ചമായി മാറി. അനേകർക്ക് നാം വെളിച്ചമായി മാറണം. ലോകത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ നാമും വെളിച്ചമാ, ക്രിസ്തുവിന്റെ വെളിച്ചമാ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, സഹോദരൻ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ. അപ്പൊ സ്നാനപ്പെട്ടവരൊക്കെ എന്തുവാ ധരിച്ചേക്കുന്നേ? ഈ കോട്ട് നോക്കണ്ട, എന്തുവാ ധരിച്ചേക്കുന്നേ? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തു എന്ന ഈ വസ്ത്രത്തെ തൊടാതെ എന്നെ തൊടാൻ ഒരുത്തനും പറ്റത്തില്ല. ഒന്ന് വിശ്വസിച്ചേ, ഞാൻ ക്രിസ്തുവിനെ ധരിച്ച വ്യക്തിയാ. അല്ല, അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, എന്നെ കാണുന്നവർ എന്നിലൂടെ ക്രിസ്തുവിനെ കാണണം. ക്രിസ്തുവിന്റെ പത്രമാ. ഏത് പേര് മറിച്ചാലും യേശുവിനെ കാണണം. സ്വഭാവത്തിൽ, സംസാരത്തിൽ, ഇടപാടുകളിൽ, കൊടുക്കൽ വാങ്ങൽ, വിശ്വസ്തതയിൽ എല്ലാം എന്ത് കാണണം? ഓരോ പേര് മറിക്കുമ്പോഴും ഒരു ഭക്തന്റെ ജീവിതത്തിൽ എന്ത് കാണണം? ക്രിസ്തുവിനെ കാണണം. പറ്റുമോ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി മാറാന്? കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കോൺഫറൻസിന്റെ തീമൊക്കെ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ പറ്റും? ഹല്ലേലൂയ. യേശുവിന്റെ സ്വഭാവമുള്ളവരായി മാറണം. ഞാനിത് വായിക്കുമ്പോൾ ഓർക്കും, തമ്പുരാനെ സഹോദരൻ, എന്തൊരു നമുക്ക് പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരൻ, ഞാനപ്പോ പെട്ടെന്ന് എന്റെ ഉള്ളിലേക്ക് വന്ന അഹരോന മോശയോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോ പറയും, യഹോവ വലിയവനായ ദൈവം. മോശ 40 ദിവസം കൊണ്ട് മാറിയപ്പോ അകത്തിരുന്ന കാള പുറത്തു വന്നു. എന്നിട്ട് പിള്ളേരെ അല്ല സഹോദരിമാരെ അവര് കുണുക്ക് പറിച്ചെന്ന് ഞാൻ അങ്ങോട്ട് എറിഞ്ഞിട്ടപ്പോ പറഞ്ഞേ. നമ്മൾ ഈ കാണിക്കുന്ന പ്രഹസനങ്ങളൊന്നും ദൈവത്തിന് മുമ്പ് നിങ്ങളെ ഇതൊക്കെ കറവരണം. നീതി പ്രവൃത്തിയൊക്കെ നമ്മൾ വിചാരിക്കും ഇതെല്ലാം വലിയ കാര്യങ്ങളാണ്. ഞാൻ ഒരിക്കലും എന്നെ മാറ്റി നിർത്തിയിട്ടില്ല. ഞാനും ഇന്ന് ഇതിനകത്താണ് നിൽക്കുന്നത്. നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ ചെയ്യുന്നതെല്ലാം സ്തോത്രം. അല്ലേ? വെള്ളം ഇട്ടത് കൊണ്ടായില്ല. സ്തോത്രം. തപ്പെടുത്തത് കൊണ്ടോ, വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടോ, പ്രസംഗിച്ചത് കൊണ്ടോ. മിരിയാമേ തപ്പെടുത്തില്ലയോ? അക്കരെ ചെന്നപ്പോ തപ്പെടുത്തില്ലയോ? തപ്പെടുത്തു, കൊട്ടി, പാടി, തുള്ളി എല്ലാം ചെയ്തു. സ്തോത്രം. അപ്പൊ പുറത്ത് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, തപ്പുണ്ട്, പാട്ടുണ്ട്, പ്രവചനമുണ്ട്. അകത്തോട്ട് വന്നാലോ മോശയോട് സ്തോത്രം. സഹോദരൻ മൂത്താളങ്ങളെ കൂടെ കൂട്ടിപ്പിടിച്ചേക്കും. അങ്ങ് പ്രശ്നങ്ങളാ. അകത്തൊക്കെ പ്രശ്നം, പുറത്ത് പാട്ടും കൂട്ടും. നടക്കുവോ? സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുമായിരുന്നു, ഒരു ഫ്രൂട്ട്, ഒരു കായ, അതകം പഴുത്തു കഴിഞ്ഞാൽ പുറമേ നിർവ്യത്യാസം ഉണ്ടാകും, കളർ വ്യത്യാസമാണ്, ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ വീടിന് മുറ്റം നിറച്ച് ഫ്രാഷൻ ഫ്രൂട്ട് നിൽക്കുക. എന്തോ ഒരു വാടയോ പച്ചയാണ് എടുത്തൊന്ന് മണപ്പിച്ച് നോക്കി. പക്ഷെ പഴുത്തു കഴിയുമ്പോൾ എന്നാ സ്മെല്ലാ. അപ്പൊ അകത്ത് രൂപാന്തരം ഉള്ളവനെ എല്ലാ സ്വഭാവത്തിലും തിരിച്ചറിയാൻ പറ്റുമോ? ഒന്ന് സ്വോത്രം പറയാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, നമ്മൾ എന്നും പ്രവചനം കേട്ട് ഇത് മൊത്തം പ്രവചനമോ? യേശു ക്രിസ്തു വരുമെന്ന് ആര് വിശ്വസിച്ച് പറയുന്നുണ്ടോ അവരെല്ലാം പ്രവാചകർ. ഞാൻ പ്രവാചകനാന്ന് പറഞ്ഞു, കാരണം കർത്താവ് വരുന്നെന്ന് പറയുന്നത് പ്രവചനമല്ലേ? സ്തോത്രം. അതാ പ്രവചനം എന്ന് പറയുന്നത്. ഇതിനെക്കാട്ടി വലിയ പ്രവചനമൊന്നുമില്ല. സ്തോത്രം. പ്രിയമുള്ളവരെ, അങ്ങനെ എത്രയോ പേര് ഞങ്ങളുടെ കൂടെ 39 വർഷം കൊണ്ട് ഭാഗവത ആചാര്യനായിരുന്ന പള്ളിക്കൽ ബാബുരാജ് എന്ന് പറഞ്ഞ പഴയ ഒരു സിനിമാ നടൻ കൂടെ, എന്ന് പറഞ്ഞാൽ സത്യൻ എന്നൊക്കെ പറയുന്ന ആളുടെ ഒക്കെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. ദീർഘവർഷം ഭാഗവത ആചാര്യൻ. ഈ അടുത്ത സമയത്ത് സ്തോത്രം അദ്ദേഹം വരുന്ന ക്ഷേത്രത്തിൽ സഹസ്രനാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ, സ്തോത്രം, ഞാൻ വേണേ അദ്ദേഹത്തിന്റെ പാട്ട് നിങ്ങളെ കേൾപ്പിക്കാം. അറിയാതെ അദ്ദേഹം പറഞ്ഞു, യേശു മിശിഹായേ നമഃ. സ്തോത്രം. വീട്ടിൽ വന്നു, എന്താണ് എന്റെ വായിൽ നിന്ന് അങ്ങനെ വന്ന പുള്ളി പരിഭ്രാന്തനായിട്ട് സ്വയമായിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു യേശുവിനെ അതേ അറിയത്തുള്ളൂ, അതിനെയും വരച്ചു. മറ്റൊരു അവർ വിശ്വസിക്കുന്നതിന് രണ്ടിനെയും കൂടെ വരച്ചിട്ട് ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എന്താണെന്നറിയാമോ? സാക്ഷാൽ ദൈവം ആരാണെന്ന് എനിക്ക് വെളിപ്പെടണം. 12:30 വരെ പ്രാർത്ഥിച്ചു. സ്തോത്രം. ഞങ്ങളുടെ കൂടി ഇപ്പം ടീമിൽ എല്ലായിടും വരുന്നതാ. സ്തോത്രം. പ്രിയമുള്ളവരെ, സ്തോത്രം. 12:30 വരെ പ്രാർത്ഥിച്ചു. രാത്രി 2:30 സ്തോത്രം, മുറിക്കകത്ത് വലിയൊരു പ്രകാശത്തിന് നടുവിൽ അദ്ദേഹം ഒരു പാട്ട് കേൾക്കുക, ഒരു ക്രിസ്തീയ പാട്ട്. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ. ചാടി എഴുന്നിട്ട് യൂട്യൂബിനകത്ത് നോക്കിയപ്പോ അച്ഛൻ പാടുന്ന പാട്ടാ.
അന്ന് മുതൽ പറഞ്ഞു, ബൈബിൾ വായിച്ചുടനെ ആദ്യം എഴുന്നേറ്റ് പറഞ്ഞ എന്താ പറയുക, എനിക്ക് സ്നാനപ്പെടണമെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇന്ന് ഓരോരുത്തരുടെ പുറകെ നടന്ന് സ്നാനപ്പെടണമെന്ന് പറയുമ്പോൾ കർത്താവ് ഇറങ്ങി വരട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നോക്കിക്കേ, പള്ളിക്കൽ ഭാഗവതർ ബാബുരാജ് യേശുവിനെ കുറിച്ച് ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് സ്നാനപ്പെടണം. എന്തിനാ? ക്രിസ്തുവിനോട് ചേരുവാൻ. വേറെ ഒരു രാധാകൃഷ്ണൻ ഉണ്ണിത്താനുണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും ഉപേക്ഷിച്ചു. ഞങ്ങൾ വീടെടുത്ത് കൊടുത്ത് അവിടെ താമസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, സ്തോത്രം, അദ്ദേഹം പ്രായമുള്ള ആളാ. ഈ അടുത്ത കാലത്ത് നാവിലൊരു പുകച്ചിലും ഒരു വേദനയൊക്കെ വന്നു. സ്തോത്രം, എന്താണെന്ന് അറിയത്തില്ല. സ്തോത്രം, ഒരു രാത്രി കേൾക്കും. അദ്ദേഹത്തിന് കൂടുതൽ അറിയത്തില്ല, ക്ഷേത്രോമ്പലങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം കേൾക്കുകയാണ് ഒരു രാത്രി. സ്തോത്രം, രാധാകൃഷ്ണ. സ്തോത്രം, ഞെട്ടി ഉണർന്നപ്പോ പറയും, ഞാൻ നിന്റെ നാവിൽ ബാധിച്ചിരിക്കുന്ന ക്യാൻസറാ, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്. വണ്ടാനം മെഡിക്കൽ കോളേജ് ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്റെ സാക്ഷ്യത്തിൽ അവരെയൊക്കെ കൊണ്ട് ഞങ്ങൾ മിക്കവാറും അതിനകത്തൊക്കെ കിടപ്പുണ്ട്. സ്തോത്രം, അവരും വന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിക്കണമോ? അല്ലെങ്കിൽ അവിടെ വണ്ടാനം മെഡിക്കൽ കോളേജ് എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ക്യാൻസർ 4th സ്റ്റേജിലാണ്, ഓപ്പറേഷൻ ചെയ്ത്. പക്ഷെ ഇന്നും യേശുവിന്റെ സാക്ഷിയായി നിൽക്കുക. സൗഖ്യമാക്കുന്ന യഹോവ ആരെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ 40 ദിവസം ഉപവസിച്ചപ്പോൾ, ഈ ജനുവരി 40 ദിവസം ഉപവസിക്കുമ്പോ സ്വർഗത്തിലെ ദൈവം എന്നോട് സംസാരിച്ചു. സ്തോത്രം, ഞങ്ങൾക്ക് ചർച്ച ഉണ്ട് വീടിന്റെ മേളിൽ ഇതുപോലെ. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾക്ക് കൊണ്ട് ഇതുപോലെ റൂം, സ്തോത്ര ചർച്ച് ദൈവസഭയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ തട്ടി വിളിച്ചിട്ടുണ്ട് മുളക്കടയിലോട്ട് പോകാൻ. സ്തോത്രം, മുളക്കട ആ സിയോൻ കുന്നിന്റെ ആ ഭാഗത്ത് എന്നെ കാണിക്കുക, നീ അങ്ങോട്ട് പോകും. ഞാൻ എന്റെ കൂടെയുള്ള എന്റെ സഹോദരിയോട് പറഞ്ഞു, സ്തോത്രം, ചേച്ചി നമുക്ക് അങ്ങോട്ട് പോകാം. കൂട്ടു സഹോദരിമാരോട് പറഞ്ഞു, എന്തിനാന്ന് അറിയത്തില്ല, പരിശുദ്ധാത്മാവ് പറയുന്നു. സ്തോത്രം, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. സ്തോത്രം, പല പ്രാവശ്യം അവരോട് പറഞ്ഞപ്പോ അവിടെ എല്ലാവരും ഒത്തിരി പേര് വന്നിരുന്ന് ഉപവസിക്കുക. അതുകൊണ്ട് സ്തോത്രം, എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറഞ്ഞു, അയ്യോ ഇപ്പൊ പോകണ്ട, പിന്നെ ഞങ്ങൾ പോകണ്ടെന്ന് വെച്ചു. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ദൈവാത്മാവിനോട് പറഞ്ഞു, നീ അങ്ങോട്ട് പോകും. അങ്ങനെ പല ആവർത്തി ദൈവാത്മാവ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കൂടെയുള്ള സഹോദരിയെ വിളിച്ചുകൊണ്ട് അവിടോട്ട് പോയി. ഞങ്ങൾ അവിടെ ചെന്ന് എന്തിനാന്നറിയത്തില്ല, മുളക്കട സിയോൻ കുന്നിന്റെ താഴെ, അതായത് ചർച്ച് ഓഫ് ഗോഡിന്റെ താഴെയായിട്ട് ആ വളവിൽ, സ്തോത്രം, ഞങ്ങൾ ചെന്ന് നിങ്ങൾക്ക് എന്തിനാ പോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സ്തോത്രം, അവിടെ ചെല്ലുമ്പോൾ സ്തോത്രം, പെട്ടെന്ന് തമിഴ്നാട്ടിൽ നിന്ന് തെങ്കാശിയിൽ നിന്ന് ഒരു കാറ് വന്നിട്ട് ഞങ്ങളോട് വഴി ചോദിച്ചു, കോട്ടയം അയ്മനത്തോട്ടുള്ള വഴി ഏതാണെന്ന്. സ്തോത്രം, ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. അയ്മനത്ത് പോയിട്ടുണ്ടെങ്കിലും ഇവരോട് പറഞ്ഞു കൊടുക്കാൻ വഴി അറിയത്തില്ല. ഉടനെ പെട്ടെന്ന് അവിടെ കിടന്ന് ഒരു കാറിന് ഗ്ലാസ് താത്തിട്ട് ഒരു മനുഷ്യൻ, സ്തോത്രം, അവരെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്നടത്തോട്ടുള്ള വഴി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് വഴി പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഞങ്ങൾ ആ വഴി പറഞ്ഞു കൊടുത്ത മനുഷ്യനെ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ണെല്ലാം കൂടെ ചുമന്ന് കണ്ണുനീരൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നു. സ്തോത്രം, എന്റെ കൂടെയുള്ള ആന്റി പറഞ്ഞു, സ്തോത്രം, അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്തോ എന്റെ ഉള്ളിൽ പ്രേരണയുണ്ടായി. അദ്ദേഹം പെട്ടെന്ന് സിഗ്നൽ പോലും വിടാതെ കാറ് വേഗത്തിൽ മുളക്കടയിൽ നിന്ന്, സ്തോത്രം, ചെങ്ങന്നൂർ ഭാഗത്തോട്ട് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ കാറിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് കൈ കെട്ടി അങ്ങളെ നിന്നേ എന്ന് പറഞ്ഞ് വിളിച്ചു. ഒടുവിൽ അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞപ്പോൾ എന്താണെന്ന് കേൾക്കണമോ? സ്തോത്രം, സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ഒരു ബന്ധു, എന്തോ പ്രശ്നങ്ങളുണ്ട് ഫാമിലിയിൽ. ആ ഭാര്യയുടെ വീട്ടുകാരെ, ഒരു സഹോദരിയെ, ആ കുടുംബത്തെ, ഭാര്യയുടെ ജ്യേഷ്ഠത്തെയും കുടുംബത്തെയും, ആ ഫാമിലിയെ മുഴുവൻ സ്വതന്ത്രത്തിന് ഭയങ്കര വൈരാഗ്യം. എങ്ങനെ ഇല്ലാതാക്കണം, എങ്ങനെയും കൊന്നുകളയണം. അദ്ദേഹത്തിന് ഒന്നും പറ്റുന്നില്ല. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പാർട്ടിക്കാരനും കൂടെ. അദ്ദേഹം എന്ത് ചെയ്യുന്നു, 10-20 ലിറ്റർ പെട്രോൾ മേടിച്ച് വെച്ചിരിക്കുക. സ്വതന്ത്രം, ഇന്ന് രാത്രി കൊണ്ട് ആ വീട്ടിൽ ഒഴിക്കണം. സ്വതന്ത്രം, അവരെ മുഴുവൻ കത്തിച്ചു കളയണം. എന്നിട്ട് പോലീസിന് പോയി കീഴടങ്ങണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടി മദ്യപിക്കുമ്പോൾ തന്റെ പട്ടിക്കും കൊടുക്കും അദ്ദേഹം മദ്യം. അങ്ങനെ അവിടെ കിടക്കുമ്പോഴാ ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളോട് ദൈവം പറഞ്ഞു, കർത്താവ് എത്ര സ്നേഹസമ്പന്നനാണ് ഒരു വ്യക്തിയെ ദൈവത്തിന്. അതുകൊണ്ട് ദൈവമക്കളെ എപ്പോഴും മനസ്സിലാക്കണം, ദൈവം അറിയാതെയല്ല നമ്മൾ അകത്ത് കയറിയിരിക്കുന്നത്. ദൈവം കണ്ടവരെല്ലാം ഇതിനകത്ത് വരും എന്ന് വെച്ചാൽ അപ്പർ റൂമിലൊന്നല്ല ഞാൻ പറഞ്ഞ, കൃപയ്ക്കകത്തേക്ക് കയറി വരുമെന്ന്. അതുകൊണ്ട് ഓരോരുത്തരും വിളിയെ കുറിച്ച് ഒരു ഉത്തമ ബോധ്യം വേണം. ഞാൻ മനുഷ്യനെ കണ്ടു വന്നതല്ല, ഒരുത്തനെയും കണ്ടിറങ്ങിയതല്ല. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എന്നെ തെരഞ്ഞെടുത്ത ഒരു ദൈവമുണ്ട്, എന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്. ഞാൻ ഒരു പ്രസ്ഥാനത്തെ കണ്ടിറങ്ങിയതല്ല, ഒരു വ്യക്തിയെ കണ്ടിറങ്ങിയതല്ല, ഒരു സമൂഹത്തെ നോക്കി ഇറങ്ങിയതല്ല. ഇന്ന് രാത്രിക്കാലം ഓരോരുത്തർക്കും ധൈര്യം ഉണ്ടായിരിക്കണം. ഞാൻ ആരെ ആശ്രയിക്കുന്നുവെന്ന് അറിഞ്ഞോട്ട് ഞാൻ അറിയുന്നു, അവനെ ഉപദിനി ആ ദിവസം വരെ കാക്കാൻ. പ്രിയമുള്ളവരെ, സ്തോത്രം, സുവിശേഷം പറഞ്ഞു, വാവിട്ട് കരയാൻ തുടങ്ങി. ഞാൻ വീട്ടിൽ വന്നു. അന്ന് രാത്രി ദൈവം എനിക്ക് സ്വസ്ഥത തന്നില്ല. ഞാൻ ദേവദാസോട് കുടുംബത്തോട് പറഞ്ഞു, നമുക്ക് പോകാം. സ്തോത്രം, ഞാൻ അവരെ വിളിച്ചോണ്ട് ആ വീട്ടിൽ പോയി. അന്ന് രാത്രി, സ്തോത്രം, ആ മനുഷ്യൻ
വർഷം മദ്യക്കുപ്പിയൊക്കെ ഇതെല്ലാം കളയുമ്പോൾ അദ്ദേഹം പട്ടിയോടെ പറയാം, എടാ ഞാൻ ഇന്നുകൊണ്ട് തീർത്തത്. സ്തോത്രം, കൃപയാ. സ്തോത്രം. ഞാൻ പാർക്കുന്നതിന്റെ വീടിന് മുറ്റത്ത് തന്നെ സ്ഥാനക്കുളമുണ്ട്. ചർച്ചപ്പോണ്ട് ആരാധനയും വേണ്ടി നടക്കുന്നു. അവിടെ സ്ഥാനം സ്വീകരിച്ച് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, യൂട്യൂബിൽ ഇതിട്ട് തന്നാലും ഞാൻ അവരെ കേൾപ്പിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് വെളുപ്പിനെയും സ്തോത്രം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. അദ്ദേഹം പറയപ്പോഴും വന്ന് കുലപാതകിയാകെ മാറേണ്ട എന്നെ ഈ കർത്താവ് പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാ. എന്നെ അറിയുന്നില്ലല്ലോ, എന്നെ കാണുന്നില്ലല്ലോ എന്ന് പറയരുത്. നമ്മൾ അറിയുന്നതിന് മുമ്പ് നമ്മുടെ വിഷയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ കാണുന്നതിന് മുമ്പ് നമ്മളെ കണ്ട ഒരു ദൈവമുണ്ട്. നമ്മുടെ കർത്താവിനെ വിളിച്ചറിയും മുമ്പ് അമ്മയുടെ ഉദരത്തിൽ അണുവായി പിറക്കുന്നതിന് മുമ്പ് നമ്മുടെ പേര് വിളിച്ച ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് എന്റെ ദൈവം എന്നെ നടത്തും. എന്റെ ദൈവം എനിക്ക് തലമുറകളെ തന്നിട്ടുണ്ടെങ്കിൽ അവരെ നടത്തുമെന്നൊരു ഉത്തമ ബോധ്യം ഇന്ന് രാത്രി നമുക്കുണ്ടായിരിക്കണം. തലമുറകളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ, കുടുംബത്തെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പ്രശ്നത്തിൽ പരിഹാരം നൽകുന്ന ദൈവമാണ്. കാരണം നമ്മൾ നഷ്ടപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ഞാൻ ഈ കർത്താവ് തലമുറയായി ഞാൻ സങ്കേതമാണ്. നമ്മളോട് മാത്രമല്ല തോന്നുന്നു, പിന്നെ ജനിക്കാനിരിക്കുന്ന തലമുറയ്ക്ക് വരെയുണ്ട്. സ്തോത്രം. അതുകൊണ്ട് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ പറഞ്ഞ് അബ്രഹാം മൽക്കീസേദെക്കിന് ദശാംശം കൊടുക്കുമ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്തുണ്ടെന്ന്. കൊച്ചുമോന്റെ മോനാ ലേവി. അബ്രഹാം കണ്ടിട്ട് കൂടിയില്ല, പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നു ലേവി കൊടുത്തതായിട്ട് കണക്കിട്ടു. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം. അബ്രഹാം മൽക്കീസേദെക്കിന് ദശാംശം കൊടുക്കുമ്പോ ലേവി കൊച്ചുമോന്റെ മോനാ. സ്തോത്രം. ലേവി അവന്റെ കടിപ്രദേശം. അബ്രഹാം ദശാംശം കൊടുത്ത ലേവിക്കായിട്ട് സ്വർഗം കണക്കിട്ടത്. ജനിക്കാനിരിക്കുന്ന തലമുറയ്ക്ക്. മക്കളുടെ വിവാഹം നടന്നില്ലെന്ന് പേടിക്കണ്ട. അവരുടെ തലമുറകൾക്ക് വേണ്ടി കർത്താവിന്റെ വരവ് താമസിച്ചാൽ തമ്പുരാൻ പറയുന്നു, നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ, പിതാവേ നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ, മാതാവേ ദൈവത്തിന് വേണ്ടി നിന്നാൽ, നിന്റെ തലമുറയെ ഓർക്കുന്നവർ ദൈവമാണ്. അവർ തകരാൻ ദൈവം അനുവദിക്കുന്നില്ലല്ലേ. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറയില്ല, തകരാൻ അനുവദിക്കാത്ത ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. തകരാൻ അനുവദിക്കാത്ത ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമ്മുടെ ദൈവം എത്ര വലിയവനാ. ഞാൻ ഓർക്കുക ഖുറാനക്കാരൻ ശീമോനെ, ഞാൻ പലപ്പോഴും ക്രൂശിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തെ പ്രസംഗിക്കും. നോക്കണമേ, പീലാത്തോസിന്റെ ഗബദ കൽത്തളത്തിൽ കൽക്കുറ്റിയോട് ചേർന്ന് വില്ല് പോലെ കുനിഞ്ഞു നിൽക്കുന്ന യേശുവിനെ, സ്തോത്രം, ഹല്ലേലൂയ, വായുവിൽ ചുഴറ്റിയ ചാട്ടവാറുകൊണ്ട് ആ പടയാളികൾ അടിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ആ ചാട്ടവാറിന്റെ അഗ്രഭാഗത്ത് ഈ കഷ്ണങ്ങളും കൊളുത്തുകളും ചൂണ്ടകളും നമ്മൾ ഒത്തിരി സ്തോത്രം ക്രൂശിനെ കുറിച്ച് പലപ്പോഴും ധ്യാനിക്കുന്നവരാ. അല്ലെ, വില്ല് പോലെ കുനിഞ്ഞു നിൽക്കുന്ന യേശുവിനെ, സ്വന്തം പീലാത്തോസിന്റെ ഗബദ കൽത്തളത്തിൽ ഒരു കൽക്കുറ്റിയോട് ചേർന്ന, അല്ലെ, ഫുട്ബോൾ കളികളും ക്രിക്കറ്റ് കളികളും നടക്കുമ്പോൾ ഗാലറികളിൽ ആളുകൾ നിരന്നിരിക്കുന്നത് പോലെ ആളുകൾ നിരന്നിരിക്കുക. ഇന്നകന്മാർ അതിനെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു, വായു ചുരിച്ചിയ ചാട്ടവാറുകൊണ്ട് ഇല്ലുപോലെ കുനിഞ്ഞു നിൽക്കുന്ന യേശുവിന്റെ പുറത്തെ കാഞ്ഞടിക്കുമ്പോൾ കഴുത്തു ഭാഗത്തെ ആഴത്തിൽ ചെന്ന് ഈ കൊളുത്തുകൾ പതിച്ചിട്ട് അവര് പുറകോട്ട് വലിക്കുമ്പോൾ കഴുത്തു മുതൽ പൃഷ്ഠഭാഗം വരെ ഉഴവുകാരൻ, നിർത്തി കണ്ണു കെട്ടി കരണത്തെളിച്ചു, കാർക്കിച്ചു തുപ്പി. ആർക്കു വേണ്ടി ഇതെല്ലാം സഹിച്ചു പ്രിയമുള്ളവരെ? നാം ക്രൂശിനെ കുറിച്ച് മുമ്പേ പാടി ധ്യാനിച്ച് ആരാധിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. റോമൻ നാണയത്തിന്റെ നടുക്ക് ഹോളുണ്ട്. ഈ നാണയത്തിന്റെ ഈ ഒരു നാണയത്തിനകത്തോട്ട് മുഖത്തെ രോമങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് അകത്തോട്ട് കയറ്റിട്ട് ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്ന് മറ്റൊരു നാണയം കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് മുഖത്തെ രോമങ്ങൾ പിഴുതെടുത്തു. സ്തോത്രം. അല്ലെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചേനയും ചേമ്പും ഒക്കെ തടത്തെന്ന് പറിച്ചിട്ട് തടം വികൃതമായി കിടക്കുന്നത് പോലെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറും. സ്തോത്രം. എന്നിട്ട് ഭാരമേറിയ ഒരു മരക്കുരിശും എടുത്ത് യേശുവിന്റെ ചുമലിൽ വെച്ചുകൊണ്ട് ആപാത ചൂടൻ രക്തത്തിൽ കുളിച്ചതായ യേശു, സ്തോത്രം, ഹല്ലേലൂയ, നിന്ദകൻ അതിനെ കുറിച്ച് എഴുതി വെച്ചിരുന്ന കാൽപാദം വെക്കുമ്പോൾ അവിടെ രക്തനദികളായി മാറി. സ്തോത്രം. ഭാരമേറിയ മരക്കുരിശിനകത്ത് രക്തം വാർന്നൊഴുകുന്ന കുരിശുമായി പോകുമ്പോൾ ഇതാ നോക്കണമേ, സ്തോത്രം, ഒരു പാവപ്പെട്ടവൻ, കുറേനക്കാരൻ, കറുത്ത വർഗ്ഗക്കാരൻ, ആഫ്രിക്കക്കാരനാ, അന്നത്തേക്കുള്ള അന്നത്തിനു വേണ്ടി വയലിൽ വേല കഴിഞ്ഞിട്ട് തിരിച്ചു കയറി വരുന്നവൻ വീട്ടിലേക്ക് പോകുമ്പോൾ നിർബന്ധത്താൽ ക്രൂശ് ചുമക്കാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ക്രൂശാണോ എന്ന് പോലും അറിയത്തില്ല, വെറും ഒരു തടി. ആ തടിയെല്ലാം കയറി പിടിച്ചപ്പോൾ തലമുറയുടെ കയ്യെ തമ്പുരാൻ കയറി പിടിച്ചു. സ്തോത്രം. അലക്സാണ്ടർ റൂഫസും ക്രിസ്തുവിൽ പ്രസിദ്ധരായി മാറിയെങ്കിൽ ഈ പെട്ടകം ചുമന്നവരോട് ഞാൻ ഒരു കാര്യം പറയാം, അല്ലെങ്കിൽ ഇത് ചുമന്നവൻ ഒരിക്കലും
ലജ്ജിക്കത്തില്ല. ഹല്ലേലൂയ. തമ്പുരാന്റെ നാമത്തിന് വേണ്ടി നിന്നവർ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരോട് പറയാം, നിന്റെ തലമുറ തകരാൻ അനുവദിക്കത്തില്ല. യേശു വന്നവനെ ദൈവം ആദരിച്ചത് പ്രേമക്കാരനായ ശീമോൻ നിർബന്ധത്താൽ ക്രൂശിൽ കൊന്നപ്പോൾ കുറ്റവാളിയായ ശംഖനെ ഈ കടലിലെ ശംഖനവാദികൾ കടലിലെ സ്വർഗ്ഗത്തിലെ ആദരിച്ചത് ഇതിനകത്ത് വിളിച്ചു പറയാം, യേശുവിനെ ലജ്ജിക്കത്തില്ലവേ. നമ്മിൽ വെളിപ്പെടുവാനുള്ള ആ തേജസ് ഒന്ന് വിചാരിച്ചാൽ ഇവിടുത്തെ കഷ്ടസാരമില്ലെന്നേ. ഏത് പ്രതികൂലത്തിന്റെ നടുവിൽ നമ്മളെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഏത് വെല്ലുവിളികളുടെ നടുവിൽ നമ്മളെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഭയം ലേശം വേണ്ട, യേശുവിനെ ഉയർത്തണം. നയമാന്റെ വീട്ടിലെ പെൺകൊച്ച് അല്ലെ രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം പഠിക്കുമ്പോൾ അടുക്കളക്കാരിയായി പെൺകൊച്ച് യേശുവിനെ ഉയർത്തിയെങ്കിൽ, എസ്തേറിന്റെ തെരഞ്ഞെടുപ്പ് യഹൂദ ജനത്തിന്റെ വിടുതലിന് വേണ്ടി ആയിരുന്നുവെങ്കിൽ, ഹന്നായുടെ കണ്ണുനീര് ഒരു ശമൂവേൽ എന്ന ശുശ്രൂഷകനെ പുറത്തു കൊണ്ടുവരുവാനായിരുന്നുവെങ്കിൽ, അടുത്ത ജനറേഷന് കൈമാറ്റം ചെയ്യപ്പെടുന്ന വെളിപ്പാട് പ്രാപിച്ച യോഹന്നാൻ പത്മോസിൽ നിന്ന് ഇറങ്ങി വന്നെങ്കിൽ, പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയണ ഒതുക്കാൻ പറ്റത്തില്ല. ഈ നാമത്തെ പറഞ്ഞേ ഒതുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പൗലോസിനെ പിടിച്ച് നിങ്ങള് ജയിലിനകത്തോട്ടൊന്ന് പൂട്ടിയിടാമോ? അകത്ത് കിടന്നാൽ ലേഖനം എഴുതി കിടന്നു, തുറന്നു വിട്ടാ സഭ പണി. ഒതുക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അകത്ത് കിടന്ന ലേഖനം എഴുതും, തുറന്നു വിട്ട സഭ പണിയും. കാരണം ക്രിസ്തു ദർശനം പ്രാപിച്ചിറങ്ങിയവന് അഗ്രിപ്പ രാജാവിനോട് എന്ത് ധൈര്യത്തോടാ വിളിച്ചു പറഞ്ഞേ? ഫെലിക്സിനോട് എന്ത് ധൈര്യത്തോടാ വിളിച്ചു പറഞ്ഞു? ഒരു കാര്യം പറയാം, ക്രിസ്തു ദർശനം പ്രാപിച്ച ചങ്കുറപ്പോടെ നിന്റെ യേശുവിനെ ഉയർത്തിക്കണം. കാലങ്ങൾ ഇനി അധികം ഇല്ല കേട്ടോ. പ്രകൃതി നെറ്റുനോവോടെ കാത്തിരിക്കുക. ലോക സംഭവങ്ങൾ യേശുവിന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുക. അല്ലെ നമുക്കറിയാം, നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും കണ്ടോ? മനുഷ്യൻ എവിടെ വരെ പോയി, അവന്റെ തലമണ്ട എവിടെ വരെ പോയി. സ്തോത്രം. ഇനി സഹോദരിമാരെ വേണ്ട വീട്ടില് ജോലിക്കൊന്നും. അയ്യോ, കഴിഞ്ഞ ദിവസം നമ്മുടെ ജോണൈസൊക്കെ അപ്പുറത്തെ സ്തോത്രം എന്നോട് പറഞ്ഞു കുറച്ചു നേരം ഇവിടെ നിന്ന് കാണാൻ. ഞാൻ ആ ജീവിക്കാത്തൂടി ഇതെല്ലാം കണ്ടുപിടിച്ചപ്പോ ഞാൻ ഓർത്തു, തമ്പുരാനെ, ലോകം അതിന്റെ അന്ത്യത്തിൽ എത്തിക്കഴിഞ്ഞു. സ്തോത്രം. ഇനിയും കാലങ്ങൾ അധികമില്ല, നാളുകൾ അധികമില്ല. പ്രകൃതി പോലും ഈറ്റുനോവോടെ കാത്തിരിക്കുക. മനുഷ്യപുത്രന്റെ വരവിന് വേണ്ടി പ്രകൃതി പോലും ഈറ്റുനോവോടെ കാത്തിരിക്കുക. എന്തിനാ? അല്ലെ 20-ാം വാക്യത്തിലുണ്ട്, സൃഷ്ടി ദൈവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളാകുന്ന തേജസ്സിന്റെ സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്ന ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക. അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഇടയിൽ ദൈവഭയമുണ്ടോ? നമ്മൾ പറയുന്ന കർത്താവ് വരും വരുമെന്ന് എത്ര കാലം കൊണ്ട് കേൾക്കുക. സ്തോത്രം. ഹല്ലേലൂയ. വിടുതൽ ഒരു വശത്ത് നടക്കുന്നുണ്ട്, സൗഖ്യം ഇതൊക്കെ സംഭവിച്ചോട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഞാൻ അത് ഒത്തിരി അനുഭവിക്കുന്ന ആളാ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇതൊന്നും ഇല്ലെങ്കിലും, പട്ടിണി മാറിയില്ലെങ്കിലും, കഷ്ടത മാറിയില്ലെങ്കിലും, രോഗം മാറിയില്ലെങ്കിലും, പ്രതിസന്ധി മാറിയില്ലെങ്കിലും, വെല്ലുവിളികൾ എക്കാലം ഉണ്ടെങ്കിലും, ഒറ്റ കാര്യത്തിൽ തീരുമാനം, എന്റെ വിശ്വാസത്തിൽ നിന്ന്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുണ്ട്. ഞങ്ങളും പ്രാർത്ഥിക്കുന്നവരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും പ്രാർത്ഥിക്കും. സത്യം പറഞ്ഞ കുറെ നടന്മാരുടെ ഭാര്യമാരുമായിട്ടൊക്കെ ഈ അടുത്ത കാലത്ത് സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്തു, ഞാനൊരു വിശ്വാസിയിൽ നിന്നു. അവർ യേശുവിനോട് ഭയങ്കര പ്രാർത്ഥിക്കുന്നവരാ. എന്തു വായിക്കൊള്ളട്ടെ, അവർക്ക് യേശുവിൽ എന്തുണ്ട്? പ്രാർത്ഥിക്കും. അവര് പ്രാർത്ഥിക്കും. സ്വന്തം. പക്ഷെ എല്ലാ വിഷയത്തിനും പ്രാർത്ഥന മാത്രം പോരാ. സ്വന്തം. സെഖരിയാവ് പ്രാർത്ഥിച്ചു, പക്ഷെ വിശ്വാസം ഇല്ലായിരുന്നു. ഇതെന്തോന്നിനാ? ഞാൻ മൃദനും എന്റെ ഭാര്യ വയസ്സെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമുണ്ട്. ദൂതം പറഞ്ഞത് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായെന്ന. അപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ ശുശ്രൂഷയിൽ നിൽക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം, പ്രാർത്ഥന പോരാൻ പോലെ ഉപവാസവും കൂടെ വേണം. ഹലോ, ഉപവാസത്താലും. ചന്ദ്രരോഗിയായ ആ കുഞ്ഞിനെ കൊണ്ട് അപ്പൻ വന്നപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, യേശുവിന്റെ ശിഷ്യന്മാർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒടുവിൽ യേശു ആ കുഞ്ഞിനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ യേശുവിന്റെ അടുക്കൽ വന്ന് ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? നിങ്ങളുടെ അവിശ്വാസം കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് പറയാം, എങ്കിലും
വിഷയത്തിന് ഇത് രണ്ടും പോരാ, വിശ്വാസം എന്ന പരിചയം കൂടെ വേണം. ശത്രു തൊടുത്തു വിടുന്ന അമ്പുകൾ, ശത്രുവിന്റെ തീയമ്പുകളെ കെടുത്തുവാൻ വിശ്വാസം എന്ന പരിചയം വേണം. അപ്പൊ എന്തെല്ലാം ഒരു ക്രിസ്തുഭക്തന്റെ ജീവിതത്തിൽ ഈ ഭൂമി വേണം. പ്രാർത്ഥന വേണം, ഉപവാസവും വേണം, വിശ്വാസം വേണം. ചിലർ പറയും ഉപവസിക്കുകയേ വേണ്ട, ചിലർ ഇപ്പൊ പറയും അന്യഭാഷ വേണ്ട, ചിലർ പറയുന്ന ആരാധന വേണ്ട. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ദർശനം പ്രാപിച്ചവർ. ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ സഹോദരൻ, ഞങ്ങളുടെ ഒരു സാറുണ്ടായിരുന്നു, അദ്ദേഹം ബ്രദറുംകാരനാണ്. ഞങ്ങളെ വചനം പഠിപ്പിക്കാൻ വന്നു. അപ്പൊ ഭയങ്കര സംശയം, സഹോദരിമാര് പ്രസംഗിക്കാവോ പ്രസംഗിക്കത്തില്ലയോ, നമുക്കറിയാമല്ലോ. സ്തോത്രം. അപ്പോൾ സാറിങ്ങനെ വിശ്രമിക്കാൻ നിന്നപ്പോൾ ഞാനിങ്ങനെ വന്ന് നിന്നു. സ്തോത്രം, സാറേ എനിക്കൊന്ന് കാണുമായിരുന്നു, ഒരു 5 മിനിറ്റ്. അപ്പൊ സാറ് പറഞ്ഞു ഓക്കെ സ്തോത്രം. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് ഒരു കാര്യം ചോദിക്കാറുണ്ട്. സാർ പറഞ്ഞു ചോദിച്ചാട്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്തോത്രം. സഹോദരിമാര് ഒരുപാട് കാര്യം പറഞ്ഞു തന്നിട്ട് ഞങ്ങളെ പഠിപ്പിച്ച സാറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞെ ഞാനിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും സ്തോത്രം, ദൈവം ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമുണ്ട്, അത് വിശ്വസ്തയോടെ ചെയ്തോണം. എനിക്കപ്പോ ഉള്ളിലൊരു ഭയമുണ്ടായി. സ്തോത്രം. ദൈവമേ, നമ്മൾ ഒരിക്കലും സഹോദരിമാരോട് ഞാൻ പറയാം, അതും ഇതും കേട്ടു ഒന്നും അടങ്ങിയിരിക്കരുത്. സുവിശേഷന്റെ സത്യം ആദ്യം ആരെ ഏൽപ്പിച്ചേ പറയുന്നേ? യോഹന്നാൻ 20-ാം അധ്യായത്തിലുണ്ട്. സ്തോത്രം. മറിയ കല്ലറവാതിക്കൽ ഇരുട്ടിനെ പേടിയില്ല, പടയാളികളെ പേടിയില്ല. സ്തോത്രം. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ മഗ്ദലക്കാരത്തി മറിയയുടെ സ്നേഹം ഞാൻ സ്തോത്രം എന്റെ സഹോദരിയോട് പറയുക, ഞാൻ മോനിയോട് പറഞ്ഞു, എന്റെ ഫ്രണ്ടാ, ഞാൻ പറഞ്ഞിടാ ഏറ്റവും കൂടുതൽ സ്നേഹം ഞാൻ കണ്ടത് മഗ്ദലക്കാരത്തി മറിയയുടെ സ്നേഹമാണ്. ഇരുട്ടിനെ പേടിയുണ്ടോ? പടയാളികളെ പേടിയില്ല. സ്തോത്രം. വാളിനെ പേടിയില്ല. സ്തോത്രം. ശിഷ്യന്മാരെല്ലാം ഇവിടെ 4 ചുവരിനകത്ത് വാതിലടച്ചകത്തിരിക്കുമ്പോൾ ഒരു പേടിയില്ലാതെ ആടി ഇറങ്ങിയേക്കുക. ഒന്ന് സ്തോത്രം പറയുന്നു. സ്തോത്രം. പടയാളികളെ പേടിയില്ല. അല്ലേ കല്ലറ, കല്ലറ എന്നൊക്കെ പറഞ്ഞ സ്തോത്രം. കല്ലറെ പേടിയില്ല, ഇരുട്ടിനെ പേടിയില്ല, വാളിനെ പേടിയില്ല. സ്തോത്രം. പടയാളികളെ പേടിയില്ല, ഒന്നും പേടിയില്ല. കാരണം തികഞ്ഞ സ്നേഹമകത്തോട്ട് കയറിയപ്പോൾ ഇതായിരിക്കണം നമ്മുടെ ഉള്ളിൽ. കുടുംബയോഗം കാണും, അതിന് വിളിച്ചില്ലെങ്കിലും പേടിക്കരുത്. സ്തോത്രം. ചിലർക്ക് സ്നാനം സത്യമാണെന്നറിയാം, ജീവകാലത്ത് എന്ത് ചെയ്തില്ല. കഴിഞ്ഞ ദിവസം ഒരു ആന്റിയോട് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ ആന്റി കുളിച്ച മണവാളന് തളിച്ച മണവാട്ടിയെ വേണ്ട. ഒന്നും മനസ്സിലായില്ല. സ്തോത്രം. പിന്നെ ഒരാൾ പറഞ്ഞു, സിസ്റ്റർ ഞാൻ അങ്ങനല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ട് അന്യഭാഷം പ്രാപിച്ചിട്ട് പഴയടത്ത് തന്നെ. ഞാൻ ആദ്യം പറഞ്ഞു കെട്ടിയ കൂടെ താമസിച്ചോളൂ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച നീ രക്ഷിക്കപ്പെടാത്ത സ്നാനത്തിന് എതിരായി നിൽക്കുന്ന അച്ഛൻ്റെ എനിക്ക് കമ്മ്യൂണിയും കൂടാൻ പറ്റുമോ? ഒന്ന് സ്വതന്ത്രം പറ. ഞാൻ പറയും, നിങ്ങൾ പറഞ്ഞില്ല. ഞാനിവിടെ 2 മാസം നിന്നിട്ട് ഞാൻ എന്റെ പാട്ടിൽ പോകും. ഞാൻ കേരളത്തിൽ പോയി തെരുവി പ്രസംഗിക്കുന്ന ഒരാളാണ്. അവിടെ ഞങ്ങളുടെ ഏട്ടന്മാരെല്ലാവരും ഉണ്ട്. സ്വതന്ത്രം. അവരുടെ മുമ്പിൽ ഞങ്ങൾ സ്വതന്ത്രം പറയുന്നു. എനിക്കൊരു മോനുണ്ട്. സ്തോത്രം. അവന് സ്തോത്രം ഹല്ലേലൂയ ദൈവനൊക്കെ പഠിക്കുവാൻ ഇടയായിത്തീർന്നു. ഇവിടെ ഡാളസിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൃപയാൽ സ്തോത്രം. ഒത്തിരി പ്രിയമുള്ളവരെ, ഞങ്ങളൊക്കെ ഇങ്ങനെ വെള്ളയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് സ്തോത്രം ഇന്നലെ ഇങ്ങോട്ട് വന്ന് ഒരു കുഴപ്പവും ഇല്ലെന്നാ. സ്തോത്രം. എന്തെല്ലാം തീച്ചൂളയ്ക്കകത്തൂടാ ഇതുവരെ വന്നേന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിലായിരുന്നു. എനിക്ക് 24 വയസ്സുള്ളപ്പോൾ 30 വയസ്സ് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം കർത്താവിന്റെ ദാസൻ ദിവസം ചേർക്കപ്പെട്ടു. സ്തോത്രം. തീച്ചൂളയ്ക്കകത്തൂടെ പോയി. സ്തോത്രം. ആ അനുഭവങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ പലപ്പോഴും അനുഭവങ്ങൾ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിനെ ശുശ്രൂഷിക്കാൻ സമയം കിട്ടത്തില്ല. പ്രിയമുള്ളവരെ, സ്തോത്രം. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ മഹത്വം കണ്ടിറങ്ങിയതാണ്. സ്തോത്രം. 8 മക്കളുണ്ട്, 25 കൊച്ചുമക്കളുണ്ട്. കൊച്ചുമക്കളുടെ മക്കളുണ്ട്. 28 വർഷമായി അവരെ കണ്ടിട്ട്. സ്തോത്രം. എൻ്റെ അമ്മ എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ടിട്ട് 28 വർഷമായി. പട്ടിണി കിടന്ന് ശരീരത്തിൽ വ്രണങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളുടെ അടുക്കലേക്ക് സ്തോത്രം എനിക്കൊന്നും പറ്റുന്നില്ല, തിരിച്ചു കൊണ്ടുവിടും. അമ്മ പറഞ്ഞു, മോനെ മണ്ണെ പ്രതി മാണിക്യം കൈവിടത്തില്ലെന്ന്. 2023 ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ സ്തോത്രം അവിടെ ചെന്ന് കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തിൽ എനിക്ക് പാറശാല വെച്ച് ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. പോകുന്നതിന് അന്ന് രാത്രി പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് മുമ്പ് പോകണം. 10-11 മണിയാകുമ്പോൾ എനിക്ക് പോകണം, പാറശാല വരെ പോകണം. സ്തോത്രം.
പോകാൻ നേരം പെട്ടെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു, അമ്മയ്ക്ക് എന്തോ ഒരു പ്രയാസം ഉണ്ടാകാൻ പോകുന്നു, മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രിയമുള്ളവരെ, സ്തോത്രം, ഞാൻ ദൈവമക്കളോടും പാസ്റ്ററോടും എല്ലാവരോടും പറഞ്ഞു, എന്തോ ഒരു പ്രശ്നം. സ്തോത്രം, പാസ്റ്റർ പറഞ്ഞു ഡേറ്റ് കൊടുത്തതിൽ എനിക്ക് പോയേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, എനിക്ക് ആകെ ടെൻഷൻ ആകുന്നു, എന്തോ സംഭവിക്കാൻ പോകുന്നു. സ്തോത്രം, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ദൈവനാമ മഹത്വത്തിനായിട്ട് പറയാം. സ്തോത്രം, ഒടുവിൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ ചെന്നു. 9 പേര് അന്ന് രാത്രി യേശുവിന്റെ രക്ഷകനായി സ്വീകരിച്ചു. സ്നാനപ്പെടാൻ പലരും തീരുമാനമെടുത്തു. സ്തോത്രം, അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 9:30 പെട്ടെന്ന് സ്തോത്രം ഒരു മെസ്സേജ് വരുന്നു. അമ്മ പത്രം വായിച്ചിട്ട് സ്തോത്രം മേശയിലോട്ട് ഇട്ടിട്ട് കസേരയിലോട്ട് ഇരുന്ന സമയത്ത് കസേര പുറകോട്ട് പോയി അമ്മ വീണു. സ്തോത്രം, ഞങ്ങളുടെ അവിടെ സഞ്ജീവനി ഹോസ്പിറ്റലിലായി. അവിടെ നിന്ന് പ്രിയമുള്ളവരെ ഞങ്ങൾ രാത്രി കായംകുളത്ത് വന്ന് ഇറങ്ങുന്ന സമയത്ത് രാത്രി 2:30 അപ്പോഴത്തേക്ക് അമ്മയും ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ ഓടി അവിടെ വന്നപ്പോൾ സ്തോത്രം ഡോക്ടർ പേപ്പറുമായിട്ട് നിൽക്കുക. ഓക്സിജൻ പോലും എടുക്കാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ സ്തോത്രം ഞാൻ ആകെ മാനസികമായിട്ട് തകർന്നു. അപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുക്ക കയ്യിൽ കൊണ്ട് പേപ്പർ തന്നിട്ട് പറഞ്ഞു, സ്തോത്രം മോനെ ഒപ്പിട്ട് കൊടുക്കാം. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? സ്തോത്രം അന്നേരം പറയാം, ശാസ്ത്രം എടുക്കുക, അമ്മയുടെ തൊണ്ട കിഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞു. ഡോക്ടർ 6 മണിക്കൂർ വരെ അമ്മയ്ക്ക് ഉള്ളൂ. നട്ടല് 3 പൊട്ടിപ്പോയി, അറ്റാക്കും ഉണ്ടായി. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങളുടെ ഒരു ദൈവദാസുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷിക്തനാ കേട്ടോ. ഞാൻ എപ്പോഴും പറയും, ദൈവദാസന്മാരൊക്കെ നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ച് കരയുമ്പോൾ അവരൊക്കെ ഒത്തിരി കരയുന്നവരാ കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന ചുമ്മാതാ. യുദ്ധത്തിന് മുമ്പിൽ നിൽക്കുന്നവർക്ക് ആദ്യം വെട്ടുകൊള്ളുന്നത്. സ്തോത്രം, അഭിഷിക്തന്മാരൊക്കെ സ്തോത്രം അവരൊക്കെ മുമ്പിൽ നിന്ന് നമുക്ക് വേണ്ടി ഇടിവിക്കുക. മോശയുടെ കരം ഉയർന്നിരുന്നപ്പോൾ താഴ്വരെ യുദ്ധത്തിന് ജയമുണ്ട്. സ്തോത്രം, പക്ഷെ അഹരോനും ഹൂരും അവർക്ക് കൈത്താങ്ങൽ കൊടുത്ത് നിന്നു മോശയ്ക്ക്. പ്രിയമുള്ളവരെ, ഞാൻ എപ്പോഴും അഭിഷിക്തന്മാർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുന്നത്. കേൾക്കണമോ? ഞങ്ങളുടെ ദൈവദാസം വെളിയിലോട്ട് വന്ന അല്ലെങ്കിൽ സെക്യൂരിറ്റി നിൽക്കുക ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ. തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ നിന്ന് കരമുയർത്തി പ്രാർത്ഥിച്ച്, കർത്താവേ നന്മയ്ക്കായി എന്റെ ദൈവം അത്ഭുത സൗഖ്യം അമ്മയ്ക്ക് കൊടുക്കണം. കർത്താവേ, ഞാൻ നിന്റെ വേലക്കായി പോയത്. രാവിലെ എനിക്ക് ഇവിടെ ഇരിക്കണമെന്ന് തോന്നി, പക്ഷെ പറ്റിയില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന അമ്മയാ. ഞാൻ അകത്തോട്ട് ഇന്ന് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ഞാൻ ചെന്ന് പറഞ്ഞു, എന്റെ അമ്മയെ പുറത്തോട്ടൊന്ന് വിടണം. സ്തോത്രം, ഡോക്ടറിനെ നോക്കി, മോളാണോ മരുമോളാണോ? സ്തോത്രം, ഓക്സിജൻ കൊടുത്തിരിക്കുന്ന അതുപോലും പറ്റാത്ത അമ്മയെ വെളിയിലോട്ട് വിടണം. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാനാ. ഒടുവിൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്ത് സ്തോത്രം അമ്മയെ വാർഡിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾക്ക് കേൾക്കണമോ? സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, 1:30 രാത്രി കിടന്നപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങള് അവിടെ നാട്ടിലെ 1:30 കഴിഞ്ഞ് നമ്മൾ കിടന്നപ്പോൾ നിങ്ങൾക്ക് കേൾക്കണമോ? സ്തോത്രം, വാർഡിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടി അങ്ങോട്ട് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രത്തിന് ഭയങ്കര ശക്തി ഉണ്ടെന്നേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ നടുക്ക് വന്നപ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞു. സ്തോത്രം, കണ്ണിൽ പ്രഷർ കൂടി ഗ്ലൂക്കോമയായിട്ട് മഞ്ഞപ്പൊടി വാരിയിട്ട പോലെ കൃഷ്ണമണിയതാ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കാണാൻ വയ്യാത്ത രീതി കണ്ണ് പഴുത്തുപോയതാ. സ്തോത്രം, ഹല്ലേലൂയ. മണിക്കൂറുകൾക്കുള്ളിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കണ്ണെടുത്ത് കളയണമെന്ന് പറഞ്ഞതാ. നിങ്ങൾക്ക് കേൾക്കണമോ? എന്റെ അമ്മ എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നീ പ്രസംഗിക്കുന്ന യേശു ജീവിക്കുന്ന ദൈവമല്ലയോ? സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം പറയാം. രാത്രി ഹല്ലേലൂയ 10:30 മുതൽ വെളുപ്പിനെ 3:15 വരെ സ്തോത്രം പറഞ്ഞ നമ്മുടെ കണ്ണുപോലെയായി. ഓപ്പറേഷൻ ചെയ്തില്ല, എടുത്തു കളയണമെന്ന് പറഞ്ഞ അല്ല ഡോക്ടറെ വീട്ടിൽ ഞങ്ങൾ യോഗം നടത്തി. ആ കണ്ണുകൊണ്ടാ ഇന്ന് ഈ പുസ്തകം വായിക്കുന്നത്, ആ കണ്ണുകൊണ്ടാ മനോരമ വായിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, അല്ലെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, അല്ലെ മഹത്വം കണ്ടിറങ്ങിയവരാ, അല്ലെ നിത്യതയെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇന്ന് ഇവിടെയാണല്ലോ ഹല്ലേലൂയ. അല്ലെ പ്രിയമുള്ളവരെ, നമുക്കൊരു പ്രത്യാശയുള്ള, ഞാൻ ഇവിടെ ആബ്സെന്റ് ആയാൽ അവിടെ പ്രസന്റ് ആകുമെന്നുള്ള ഒരു നിത്യമായ പ്രത്യാശ നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഇവിടുത്തെ കഷ്ടങ്ങൾ സാരമില്ലമേ. ഇവിടെ നിന്ദയുണ്ട്, ഒറ്റപ്പെടലുണ്ട്, വേദനയുണ്ട്, തകർച്ചയുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷെ ഇവയ്ക്കൊന്നും ഒരു ക്രിസ്തുഭക്തനെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേർതിരിക്കാൻ കഴിയത്തില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ചങ്ങലകൾക്ക് കഴിയാതിൽ വേർതിരിക്കാൻ കഴിയത്തില്ല. ആരാധകത്തിന് സ്നേഹത്തിന് വേർതിരിക്കാൻ കഴിയത്തില്ല. ഈ ചൂളയ്ക്ക് വേർതിരിക്കാൻ കഴിയത്തില്ല. സിംഹത്തിന് വേർതിരിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ സ്നേഹമകത്ത് വന്നോ ഇവയ്ക്കൊന്നും അവിടെ ഒരു സ്ഥാനമില്ല. സ്തോത്രം, പ്രാർത്ഥിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. 5 മിനിറ്റ് കഴിഞ്ഞു, എന്റെ അമ്മ എഴുന്നേറ്റു. ഇന്ന് ആ പൊട്ടിപ്പോയ നട്ടല് കൊണ്ട് നടന്നു. ഒരു ഹാർട്ടിന്റെ മരുന്നും എടുത്തില്ല. 88-ാമത്തെ വയസ്സിലും അന്യഭാഷയിൽ യേശുവിനെ ആരാധിക്കുന്നു. രാമനാമം ജപിച്ചിരുന്ന യേശു അല്ലെങ്കിൽ അമ്മയെ യേശുവിന്റെ സാക്ഷിയാക്കി ഈ ദൈവം ഇന്നും ജീവിക്കും. ഒറ്റ പ്രത്യാശ, മക്കളെ വിട്ടായാലും കുടുംബത്തെ വിട്ടായാലും സഹോദരങ്ങളെ വിട്ടായാലും ചാർച്ചക്കാരെ വിട്ടായാലും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ബിഗ് സീറോയി ദൈവം കൊണ്ടുവന്നു. സ്തോത്രം, അവിടെയും ഒറ്റ പ്രത്യാശ,
നിത്യതയെക്കുറിച്ച്. സ്വർഗത്തിൽ പോകുന്നതുകൊണ്ടാണോ? അല്ല, യേശു എന്നെ സ്നേഹിച്ച മഹാസ്നേഹം. നിത്യതയെ കുറിച്ച് വെളിപ്പാട് ദൈവം തന്നു. മരണം മുമ്പിൽ കൊണ്ടുവച്ചിട്ട് മടങ്ങി വരാൻ പറഞ്ഞപ്പോൾ അതിന്റെ നടുവിൽ റെയിൽവേ സ്റ്റേഷനിൽ ബെഞ്ചുണ്ട്, പോയി കിടന്നാലും ഈ യേശുവിനെ വിട്ട് വരുത്തില്ല എന്ന് പറഞ്ഞ ധീരതയോടെ കർത്താവിന് വേണ്ടി നിന്നു. പ്രിയമുള്ളവരെ, അന്ന് ഞാൻ ഇതിനെതിരെ എത്രത്തോളം നിന്നു, ഇന്ന് അതിന്റെ കോടിക്കണക്കിന് പവറോടെ എന്റെ പ്രാണപ്രിയനെ സ്നേഹിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഇതുവരെ ദൈവം കൊണ്ടെത്തിച്ച് 28 വർഷമായി. സ്തോത്രം. ഹല്ലേലൂയ. തെരുവിൽ ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അനേക ഇടങ്ങളിൽ യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. വടക്കേന്ത്യ കർത്താവിന്റെ വേല ചെയ്യുന്ന ശുശ്രൂഷകനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രതികൂലത്തിന് നടുവിലും യേശുവിനെ ഉയർത്താൻ കർത്താവ് ഭാഗ്യം തരുന്നു. ഒറ്റ കാര്യം, നമ്മളിൽ വെളിപ്പെടുവാനുള്ള ഈ കാലത്തിലെ ഒറ്റ വാക്കൂടെ ഞാൻ പറയാം. സ്തോത്രം. ഞാൻ എപ്പോഴും, എനിക്ക് വിഡോസിന്റെ വലിയൊരു ഗ്രൂപ്പുണ്ട്, നവോമി ഇന്റർനാഷണൽ വിഡോസ് പ്രയർ ഫെലോഷിപ്പ്. ഞാൻ എപ്പോഴും സിസ്റ്റർക്കൊക്കെ അറിയാവുന്ന സ്തോത്രം. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട് എൻ്റെ സഹോദരിമാരോട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സഹോദരിമാരോട് പറയാം, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യ രാജ്ഞിയാണ്, ഭർത്താവ് മരിക്കുമ്പോൾ ദാസിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേരളത്തിൽ പണ്ട് സത്യസമ്പ്രദായം ഉണ്ടായിരുന്നു നമുക്ക്. സ്തോത്രം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. 13 വയസ്സിലും 12 വയസ്സിലും 11 വയസ്സിലും ഒക്കെ പെൺകുഞ്ഞുങ്ങളെ അന്ന് വിവാഹം കഴിക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് 35-40 വയസ്സ് കാണും. അവർ മരിച്ചു കഴിയുമ്പോൾ ഈ 15-17 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക? ചിതയ്ക്കകത്തോട്ട് ജീവനോടെ അതിനകത്തോട്ട്. ഇങ്ങനൊരു സത്യസമ്പ്രദായം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ നിമിഷത്തെ ഉള്ളൊരു വേദനയുള്ളൂ. അതിലൊക്കെ എത്രയോ കഠിന വേദനയാണെന്ന് അറിയാമോ? യൗവനത്തിൽ ഈ ഒരവസ്ഥയിലൂടെ പോകുമ്പോൾ ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ നിൽക്കുന്നത്. പക്ഷെ അന്ന് മുതൽ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് ധൈര്യപ്പെടണം, കൃപയായി ഇവിടെ വരെ നിർത്തി. സ്തോത്രം. കർത്താവിന്റെ ദാസൻ 38 കുടുംബത്തെ കർത്താവിന് വേണ്ടി നേടി. അതിനകത്ത് 17 പേര് കർത്താവിന്റെ വേലക്കാരാ. സ്തോത്രം. അവർ ദൈവരാജ്യത്തിന് വേണ്ടി ശക്തിയോടെ ശോഭിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, 24 വയസ്സിൽ കൈക്കുഞ്ഞുമായിരുന്നു. അന്ന് ലോകം മൊത്തം എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞെന്തായി തീരും, കാണട്ടെ, ഭാവി എന്താകും. അന്ന് കേൾപ്പിച്ചൊരു പാട്ടാ, ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനെ, ഭാരമില്ലാത്തതിന്റെ ഭീതിയില്ല, ഭാവിയെല്ലാം യേശു കരുതിക്കൊള്ളും. പ്രിയമുള്ളവരെ, ആ കുഞ്ഞിനെ കർത്താവിന് വേണ്ടി വളർത്തിയെടുക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് അവനൊരു കൊച്ചു കർത്താവിന്റെ ദാസനായി ഈ ഡാളസിന്റെ മണ്ണിൽ പാഴ്സനേജിനകത്ത് താമസിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കൃപയാൽ. സ്തോത്രം. ദൈവരാജ്യത്തിന് വേണ്ടി. ഞാൻ ഇന്ന് മോനിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എവിടെ പോയാലും ആത്മാക്കളെ നമുക്ക് നേടാൻ പറ്റും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പട്ടണത്തിൽ വന്ന സ്തോത്രം, സ്നാനപ്പെടത്തില്ല, രക്ഷിക്കപ്പെടത്തില്ല എന്ന് പറഞ്ഞൊരു കുഞ്ഞിനെ വന്നു മോനിയുടെ വീട്ടിൽ നിന്ന് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഹല്ലേലൂയ ആ കാറിലിരുന്നു കൊണ്ട് നമ്മളോട് പറഞ്ഞു, നീ ഇന്ന് രാത്രി എൻ്റെ കൂടെ നിൽക്കണം. അന്ന് രാത്രി സ്വന്തം ദൈവാത്മാവളോട് ശക്തമായി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. സ്നാനപ്പെടണമെന്ന് കഴിഞ്ഞ ഞായറാഴ്ച AG ചർച്ചിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. കൃപയാ. ഈ AGയുടെ കോൺഫറൻസ് സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരും. ദൈവം അനുവദിച്ച 19-ാം തീയതി എന്നോട് പറഞ്ഞു, എവിടെ പോയാലും ആൻറ്റി എൻ്റെ സ്നാനത്തിന് കാണണമെന്ന്. കൃപയാൽ. സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴൊക്കെ ഈ രാജ്യത്ത് വന്നിട്ടുണ്ടോ, ഏത് സ്റ്റേറ്റിൽ വന്നാലും അനേകരെ യേശുവിന് വേണ്ടി നേടാൻ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. താങ്ക് യു.